യെസ് ഹായ് മക്കളെ, ദേ മിസ് എത്തിയിരിക്കുന്നുണ്ട്. 5ാം ക്ലാസ്സിലെ ചാപ്റ്റർ 7, അതായത് ബേസിക് സയൻസിലെ ചാപ്റ്റർ 7 ആയിട്ടാണ് മിസ് വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാവരും വേഗം വന്നേടാ, ഫ്രണ്ട്സിനൊക്കെ വേഗം ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും പഠിക്കട്ടെ അല്ലേ, അവർക്ക് ഈ ചാപ്റ്റർ കിട്ടട്ടെ. അപ്പൊ എല്ലാവരും വേഗം വേഗം ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്ന് മിസ് വന്നിരിക്കുന്നത് ഓൾറെഡി പറഞ്ഞിരുന്നു, 5ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ ചാപ്റ്റർ 7 മാജിക് ഓഫ് സെൻസ് അല്ലെങ്കിൽ ഇന്ദ്രിയ ജാലം എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ടാണ്. വളരെ ചെറിയൊരു ചാപ്റ്റർ ആണ്, അതുപോലെ തന്നെ ഭയങ്കര ഈസിയാണ് കേട്ടോ. ഒപ്പം ഈസി ആണെന്നുണ്ടെങ്കിലും നമ്മുടെ എക്സാമിന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്ന ചാപ്റ്റർ കൂടിയാണ്. അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കും. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുമെങ്കിൽ എല്ലാവരും ഒന്ന് തമ്പിട്ടെ, ഉഷാറായിട്ട് തമ്പിട്ടെ. മിസ്സിനെ ക്ലാസ് എടുക്കണമെങ്കിൽ എനർജി ആവശ്യമാണ്. അപ്പൊ നിങ്ങളുടെ തമ്പാണ് ആ എനർജി. ഓക്കെ, അപ്പൊ മിസ്സിനെ എനർജറ്റിക് ആക്കേണ്ടത് നിങ്ങളുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്തമാണ്. അപ്പൊ വേഗം വേഗം തമ്പ് പോരട്ടെ. ഓക്കെ, അപ്പൊ സെറ്റ് ആണ്, മിസ് എനർജി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് നേരെ ഒട്ടും ടൈം കളയേണ്ട, നേരെ ചാപ്റ്ററിലേക്ക് കടക്കാം. ചാപ്റ്റർ 7, അതായത് ആ പേരിൽ തന്നെ നമുക്കറിയാം, മാജിക് ഓഫ് സെൻസ്, ഇന്ദ്രിയജാലം. നമ്മൾ സെൻസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ മിസ്സിനെ നിങ്ങൾ കാണുന്നില്ലേടാ, കാണുക മാത്രമല്ല ചെയ്യുന്നത്, എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട് അല്ലെ. ഇനി അതുമല്ല, നിങ്ങൾക്ക് ഫ്രണ്ടിൽ ഇപ്പൊ അമ്മ വന്ന് ഒരു ജ്യൂസ് തന്നു എന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ ഒരു ചായ തന്നു എന്ന് വിചാരിക്കാം. ഈ ചായയുടെ രുചി നമ്മൾ അറിയുന്നില്ലേ അല്ലേ? അപ്പൊ അതൊരു സെൻസാണ്. നിങ്ങൾ എന്നെ കാണുന്നത് ഒരു സെൻസാണ്, എൻ്റെ ശബ്ദം കേൾക്കുന്നത് മറ്റൊരു സെൻസാണ്. ഇനി നല്ലൊരാൾ പെർഫ്യൂം ഇട്ട് നിങ്ങളുടെ അടുത്തേ കൂടി പോയി, അല്ലെങ്കിൽ ഒരു ബാഡ് സ്മെല്ല് പോയി, നിങ്ങൾ ആ സ്മെല്ല് അറിയുന്നില്ലേ? അതെന്താണ്? മറ്റൊരു സെൻസാണ്. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ ഞാനൊന്ന് ടച്ച് ചെയ്തു, അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂളിൽ മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചർ അടിക്കുന്നുണ്ട് അല്ലേ. ചില ടീച്ചേഴ്സൊക്കെ അടിക്കും, പൊതുവെ ഇപ്പം അടിക്കാറൊന്നുമില്ല. അപ്പൊ ഇൻ കേസ് അടിക്കുകയാണെങ്കിൽ ആ വേദന അനുഭവപ്പെടുന്നത് എന്താണ്? നമ്മൾ സെൻസ് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പൊ നമ്മുടെ ശരീരത്തിൽ പലതരത്തിലുള്ള സെൻസ് ഓർഗൻസ് ഉണ്ട്. സെൻസ് ഓർഗൻസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ചാപ്റ്ററുടെ നീളം പഠിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീണ്ടും പറയുന്നു, എന്താണ്, ടൈം കളയുന്നില്ല, നേരെ നമ്മൾ ചാപ്റ്ററിലേക്ക് അടയ്ക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് ഒരു ഡോഗിൻ്റെ കേസ് കൊടുത്തിട്ടുണ്ട്. അതായത് നായ, നമുക്കറിയാവുന്നതാണ്, നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ കാണാത്തവരെ ആരും ഉണ്ടാവില്ല ഡോഗിൻ്റെ കേസ് അല്ലേ. ഈ നായക്ക് അല്ലെങ്കിൽ ഈ ഡോഗിന് എന്താണ് ഒരു പ്രത്യേകതയുണ്ട്. ചെറിയ ശബ്ദം പോലും തിരിച്ചറിയാനുള്ള കഴിവ് ആർക്കുണ്ട്? നമ്മുടെ ഡോഗിനുണ്ട്, അല്ലെങ്കിൽ നായക്കുട്ടിക്കുണ്ട്. ഓക്കെ, അവർ ചെറിയൊരു ശബ്ദം കേട്ട് അവരെന്ത് ചെയ്യും? പെട്ടെന്ന് അവരറിയും, പെട്ടെന്ന് അവർ ഉണരുന്നുണ്ട്. നമുക്ക് പക്ഷെ അങ്ങനെയല്ല അല്ലേ. നമ്മൾ ഉറക്കത്തിലൊക്കെ എന്ത് ശബ്ദം കേട്ടാലും നമ്മൾ ഒരു കാര്യവും അറിയുന്നില്ല. പക്ഷേ നമ്മുടെ നായയുടെ കേസ് അതല്ല, അല്ലെങ്കിൽ ഡോഗിൻ്റെ കേസ് അതല്ല. അവർ എത്ര ഉറക്കത്തിലാണെങ്കിൽ കൂടി ഒരു ചെറിയ ശബ്ദം കേട്ടാൽ അവർ എഴുന്നേക്കും. അതുകൊണ്ടാണ് കള്ളന്മാരെയൊക്കെ പെട്ടെന്ന് ആര് പിടിക്കുന്നത്? നമ്മുടെ ഡോഗ് അല്ലെങ്കിൽ നായ പെട്ടെന്ന് കള്ളം വന്നു കഴിഞ്ഞാൽ ചാടി എഴുന്നേറ്റ് എന്താണ് കുരയ്ക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? അവർക്ക് ചെറിയ ശബ്ദം പോലും പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനുള്ള കഴിവുണ്ട്. ഇനി നമ്മുടെ പരുന്ത്, അതായത് ഈഗിളിന് വേറൊരു കഴിവുണ്ട്. അതായത് ശബ്ദം തിരിച്ചറിയുക എന്നതല്ല, ഈഗിളിനെ സംബന്ധിച്ച് ദൂരെയുള്ള കാഴ്ചകൾ വരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. നമ്മൾ നോക്കുമ്പോൾ ഈഗിളിന്റെ കണ്ണ് ഭയങ്കര കുഞ്ഞിതാണെന്നുണ്ടെങ്കിലും വളരെ ദൂരെയുള്ള ഇരയെ പോലും എന്താണ് പെട്ടെന്ന് നമ്മുടെ ഈഗിളിന് കാണാൻ സാധിക്കും. അതായത് കണ്ടിട്ടില്ല, ഈഗിൾ ഭയങ്കര പൊക്കത്തിൽ കൂടെയാണ് പറന്നു പോകുന്നത്. ഈഗിളിനെ കണ്ടിട്ടുള്ള കുട്ടികൾ ഒന്ന് തമ്പ് കാണിച്ചേടാ. ഈഗിളിനെ കണ്ടിട്ടുള്ള കുട്ടികൾ എല്ലാവരും കണ്ടിട്ടുണ്ട്. നമുക്കറിയാം, ഈ പറയുന്ന പുഴയുടെയൊക്കെ അല്ലെങ്കിൽ ഈ പറയുന്ന എന്താണ് തടാകം അല്ലെങ്കിൽ കുളത്തിൻ്റെയൊക്കെ മീതെ കൂടി ഭയങ്കര ഉയരത്തിൽ നമ്മുടെ പരുന്ത് ഇങ്ങനെ പറന്ന് നടക്കുന്നുണ്ടാവും. പക്ഷേ പെട്ടെന്ന് അത്രയും ദൂരത്ത് നിന്ന് പോലും ഈ പറയുന്ന വെള്ളത്തിനടിയിൽ കൂടി പോകുന്ന മീനെ കാണാനായിട്ട് ആർക്ക് പറ്റും? നമ്മുടെ പരുന്ത് ചേട്ടന് പറ്റുന്നുണ്ട്. അത്രയും ദൂരത്ത് നിന്ന് പരുന്ത് വേഗം വന്ന പുഴയുടെ വെള്ളത്തിനടിയിലെ മീനെ പൊക്കിക്കൊണ്ടു പോകും. അതാണ് നമ്മുടെ പരുന്തിൻ്റെ പ്രത്യേകത. എത്ര ദൂരെയുള്ള സാധനങ്ങളെ പോലും, അതായത് അവരുടെ ഇരയെ കാണാനുള്ള കഴിവ് ആർക്കുണ്ട്? ഈഗിളിനുണ്ട്. ഈഗിളിൻ്റെ ചെറിയ കണ്ണൊക്കെ ആയിരിക്കാം, പക്ഷെ എന്താ കാഴ്ചശക്തി വളരെ കൂടുതലാടാ. നമുക്ക് അത്രയൊന്നും ഇല്ല കേട്ടോ. ഓക്കെ, ഇനി ബട്ടർഫ്ലൈ, അതായത് നമ്മുടെ കേസ് പറയുകയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന വെള്ളത്തിനടി കൂടി പോകുന്ന മീനൊന്നും അത്ര ദൂരത്തു നിന്നൊന്നും കാണാനൊന്നും പറ്റത്തൊന്നുമില്ല. ഒരു പാലത്തിന് മീതെ കയറിയാൽ തന്നെ അതിൻ്റെ താഴെയുള്ള വെള്ളത്തിനടി കൂടി പോകുന്ന മീനിനെ പോലും നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷേ ഈഗിളിൻ്റെ കേസ് അങ്ങനെയല്ല കേട്ടോ. ഇനി അതുപോലെ ബട്ടർഫ്ലൈ ആണ് കേട്ടോ. ബട്ടർഫ്ലൈ നമ്മൾ കണ്ടിട്ടില്ലേ, പൂമ്പാറ്റ, ചിത്രശലഭം എന്നൊക്കെ പറയും. ഈ പൂമ്പാറ്റയ്ക്കും അല്ലെങ്കിൽ ഈ പറയുന്ന ചിത്രശലഭത്തിനും എന്തുണ്ടാ? വേറൊരു കഴിവുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ്. അവരുടെ കാലുകൾ കണ്ടില്ല, ഈ കാലുകൾ ഉപയോഗിച്ചിട്ട് അവർക്ക് രുചി തിരിച്ചറിയാനുള്ള കഴിവ് ആർക്കുണ്ട്? ബട്ടർഫ്ലൈനുണ്ട്. ഓക്കെ, നമുക്ക് രുചി അറിയണമെങ്കിൽ എന്ത് വേണം? നാവിൽ ടച്ച് ചെയ്യണം അല്ലേ. പക്ഷെ ബട്ടർഫ്ലൈൻ്റെ കേസിൽ അവരുടെ കാലൊന്ന് ജസ്റ്റ് പൂവിൽ തൊട്ടാൽ മതി, അവർക്ക് എന്താണ് രുചികൾ അറിയാനായിട്ട് സാധിക്കും. ഇനി അടുത്തതാണ് കരടിക്കുട്ടൻ എന്താണ്? നേരിയ ഗന്ധം പോലും, ചെറിയൊരു സ്മെല്ല് പോലും എന്താണ് നമ്മുടെ കരടിക്കുട്ടനെ റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. നമുക്കൊക്കെ സ്മെല്ല് അത്യാവശ്യത്തിലധികം വന്നാലാണ് തിരിച്ചറിയാൻ പറ്റുള്ളൂ. പക്ഷെ കരടിക്ക് അങ്ങനെയല്ല. ചെറിയൊരു ശബ്ദം അടുത്തേ കൂടി പോയാൽ മതി, ശബ്ദമല്ല ചെറിയൊരു ഗന്ധം അല്ലെങ്കിൽ ചെറിയൊരു സ്മെല്ല് അടുത്തേ കൂടി പോയാൽ മതി, അത് പെട്ടെന്ന് തിരിച്ചറിയാൻ ആർക്ക് പറ്റുന്നുണ്ട്? നമ്മുടെ കരടിക്കുട്ടനെ പറ്റുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്താണ് മുതല.
ക്രോക്കഡൈൽ, അതായത് നമ്മൾ പറയും ഇങ്ങനെ മരം പോലത്തെ ശരീരമാണുള്ളത് അല്ലേ, മുള്ളു പോലെ ഇരിക്കുന്ന ശരീരമാണ് നമ്മുടെ മുതലച്ചേട്ടനുള്ളത്. പക്ഷേ മുതലച്ചേട്ടൻ്റെ ശരീരം പാറ പോലെയാണെങ്കിലും ഈ മുതലച്ചേട്ടൻ അതിൻ്റെ എവിടെ തൊട്ടാലും തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. അതാണ് കൊടുത്തിരിക്കുന്നത്. മുതല പറയണേ എൻ്റെ ശരീരം ശരിയാണ്, പാറ പോലെയാണ്, പക്ഷേ എവിടെ തൊട്ടാലും ഞാൻ അറിയും എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ്, എവിടെ ടച്ച് ചെയ്താലും പെട്ടെന്ന് അത് തിരിച്ചറിയാനുള്ള കഴിവ് ആർക്കുണ്ട്? നമ്മുടെ ഈ പറയുന്ന മുതലയ്ക്കുണ്ട്. ഇപ്പോൾ മുതലയുടെ തൊട്ട് മുകളിലായിട്ട് അല്ലെങ്കിൽ ശരീരത്തിൻ്റെ വാലിൻ്റെ ഏതെങ്കിലും സൈഡിലായിട്ട് ഒരു പ്രാണി വന്നിരുന്നാൽ വരെ ആർക്കറിയാൻ പറ്റും? നമ്മുടെ ഈ പറയുന്ന മുതലയ്ക്ക് അറിയാൻ പറ്റും എന്നാണ് പറയുന്നത്. ചിലപ്പോൾ നമ്മളൊന്നും തിരിച്ചറിയില്ല, നമ്മുടെ കയ്യിൻ്റെ സൈഡിലൊക്കെ വന്നിട്ട് ചിലപ്പോൾ പ്രാണിയോ കൊതുകോ ഒക്കെ വന്നിട്ട് ചിലപ്പോൾ നമ്മൾ അറിയണമെന്നില്ല. പക്ഷേ ഈ പാറ പോലെ ഇരിക്കുന്ന ശരീരത്തിൽ എവിടെ എന്ത് സംഭവിച്ചാലും എവിടെ എന്ത് ടച്ച് ചെയ്താൽ വരും ആരറിയുന്നുണ്ട്? മുതല അറിയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കുറച്ച് എന്താണ് ഒരു ഓർഗാനിസത്തിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്, ജീവികളുടെ പേര് കൊടുത്തിട്ടുണ്ട്, അവയുടെ അവയവവും കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ പ്രത്യേകതകളും പറയുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് ഈഗിളാണ്, അതായത് പരുന്താണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞ കേസാണ്. എന്താണ്, അതിൻ്റെ കണ്ണുകൾക്ക് ദൂരെ കാഴ്ച, എത്ര ദൂരെയുള്ള സാധനങ്ങളെയും അതായത് കാണാൻ സാധിക്കും. അടുത്ത പൂമ്പാറ്റയാണ്, ഓൾറെഡി പറഞ്ഞു, അതിൻ്റെ കാലുകൾക്ക് എന്താണ്, ടേസ്റ്റ് അറിയാനുള്ള കഴിവുകളുണ്ട്. ഇനി ക്രോക്കോഡൈൽ, മുതലയ്ക്ക് എന്താണ്, ടച്ച്, അതായത് ശരീരത്തിൻ്റെ ഏത് ഭാഗത്ത് ആര് വന്ന് ടച്ച് ചെയ്താലും പെട്ടെന്ന് അറിയാൻ പറ്റുന്നുണ്ട്. ഡോഗ് പറയേണ്ട കാര്യമില്ലല്ലോ, ശബ്ദം പെട്ടെന്ന് തിരിച്ചറിയാം. ഏത് ഉറക്കത്തിലാണെങ്കിലും അവർക്ക് നിസ്സാരമായിരിക്കുന്ന ശബ്ദം പോലും എന്താണ് പെട്ടെന്ന് അറിയാൻ പറ്റുന്നുണ്ട്. ഇനി ബിയർ, കരടിക്ക് എന്താണ്, മൂക്കാണ്, അടിപൊളി മൂക്കാണുള്ളത്, ചെറിയ ഗന്ധം പോലെ സ്മെല്ല് പോലും എന്താണ് പെട്ടെന്ന് തിരിച്ചറിയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ ചുറ്റുമുള്ള എല്ലാ ജീവജാലങ്ങൾക്കും എന്തുണ്ട്, ഓരോരോ കഴിവുകളുണ്ട്. നമ്മൾ വിചാരിക്കും നമുക്ക് മാത്രമാണ് എല്ലാ കഴിവെന്നും. നല്ല മക്കളെ കണ്ടോ, അതായത് ഈ പൂമ്പാറ്റയുടെ കേസൊക്കെ കാലുകൊണ്ട് വരെ ടേസ്റ്റ് അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാ ജീവികളും എന്താണ് എല്ലാവരിൽ നിന്ന് വ്യത്യസ്തരാണ്, അവരുടെ ഓർഗൻസിനൊക്കെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യാലിറ്റി ഉണ്ടാവും. അപ്പോൾ കുറച്ച് ഓർഗൻസ്, അത് കുറച്ച് ജീവികളുടെ പേര് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ എല്ലാത്തിൻ്റെയും സ്പെഷ്യാലിറ്റി പഠിച്ചു വെക്കണം. ഓക്കെ അല്ലേ, സെറ്റാണെങ്കിലും ഒന്ന് തമ്പ് കാണിച്ചേടാ, ഉഷാറായിട്ട് തമ്പ് കാണിച്ചേ. ഓക്കെ മക്കളെ, വീണ്ടും പറയാണ്, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, നമ്മുടെ ഫ്രണ്ട്സും ഈ ക്ലാസ് കേൾക്കട്ടെ. ഫ്രീ ആയിട്ട് കിട്ടുന്ന ക്ലാസ് അല്ലേ, അപ്പോൾ ആരോടും അത് മിസ് ചെയ്യണമെന്ന് പറഞ്ഞേക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ അതായത് നമ്മുടെ ചുറ്റുപാടിനെ മനസ്സിലാക്കാനായിട്ട് നമ്മെ സഹായിക്കുന്ന കുറച്ച് അവയവങ്ങളാണ്. അതായത് ഏതൊക്കെ അവയവങ്ങൾ ആണ് അല്ലെങ്കിൽ ഏതൊക്കെ ഓർഗൻസ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ്? കണ്ണ്, നമ്മൾ കണ്ണ് എന്തിനു വേണ്ടിയിട്ടാണ്? ഇപ്പം മിസ്സിനെ നിങ്ങൾ കാണുന്നുണ്ട് അല്ലേ, കാഴ്ചയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ഇനി ചെവി എന്ത് ചെയ്യുന്നുണ്ട്? മിസ്സിൻ്റെ ശബ്ദം കേട്ടുകൊണ്ട് നിങ്ങൾ ഇരിക്കുന്നുണ്ട്, എന്തിനാണ്? ശബ്ദം റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി നോസ് എന്തിനാണ്? സ്മെല്ല് അറിയാൻ വേണ്ടിയിട്ട്, ഗന്ധം തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. ഇനി ടങ്ക് എന്തിനാണ്? എന്തിനു വേണ്ടിയിട്ടായിരിക്കും? നല്ല ബിരിയാണി അല്ലെങ്കിൽ കുഴിമന്തി അല്ലെങ്കിൽ നല്ല ഷവായി എന്തൊക്കെയാണ്, പിന്നെ എന്താ ഷവർമ, പിന്നെ വേറെ എന്തൊക്കെ പേരാണ് വരുന്നത്, ജ്യൂസ്, ഷെയ്ക്ക്, ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് അറിയണ്ടേ? ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് അറിയാൻ എന്ത് വേണം? നമുക്ക് നാക്ക് വേണോടാ. അപ്പോൾ നാക്ക് എന്ത് ചെയ്യുന്നുണ്ട്? രുചി തിരിച്ചറിയാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഇനി സ്കിൻ എന്ത് ചെയ്യുന്നുണ്ട്? ടച്ച് ചെയ്ത് നമുക്ക് തണുപ്പ് വരുന്നു, ചൂട് വരുന്നു, ആരെങ്കിലും ജസ്റ്റ് ടച്ച് ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നത് സ്കിൻ വഴിയാണ്. ഇതിലൂടെയാണ്, അതായത് ഐസിലൂടെ അല്ലെങ്കിൽ കണ്ണിലൂടെ അല്ലെങ്കിൽ ചെവിയിലൂടെ മൂക്കിലൂടെ അല്ലെങ്കിൽ നാക്കിലൂടെ അല്ലെങ്കിൽ സ്കിന്നിലൂടെയൊക്കെയാണ് നമ്മൾ ചുറ്റുപാടുള്ള അല്ലെങ്കിൽ ചുറ്റുമുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നത്. ഓക്കെ ആണോടാ? നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്, പക്ഷെ അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ ചാപ്റ്ററിൽ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ എന്തായിരിക്കും? വളരെ എളുപ്പമായിരിക്കും. അതുകൊണ്ട് ഈ ചാപ്റ്റർ ഒന്ന് ആരും സ്കിപ്പ് ചെയ്തേക്കരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്തത് സെൻസ് ഓർഗൻ ആണ്. അത് ജ്ഞാനേന്ദ്രിയങ്ങൾ എന്നാൽ എന്തെന്നാണ്. ഇത്രയേ ഉള്ളൂ, മിസ് കുറച്ചു മുമ്പ് പറഞ്ഞുള്ളൂ. നമ്മുടെ ചുറ്റുപാടുള്ള എല്ലാ കാര്യത്തിനെയും മനസ്സിലാക്കാൻ സഹായിക്കുന്ന വിവിധ തരത്തിലുള്ള അവയവങ്ങൾ അല്ലെങ്കിൽ ഓർഗൻസ് ജന്തുക്കൾക്കുണ്ട് അല്ലെങ്കിൽ നമ്മൾക്കുണ്ട്. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കണ്ണ് വരുന്നുണ്ട്, ഓക്കെ, ചെവി വരുന്നുണ്ട്, മൂക്ക് വരുന്നുണ്ട്, നാക്ക് വരുന്നുണ്ട്, അതുപോലെ തന്നെ സ്കിൻ, ത്വക്ക് വരുന്നുണ്ട്. എന്നിവയൊക്കെയാണ് എന്താ ജ്ഞാനേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സെൻസ് ഓർഗൻസ് എന്ന് പറയുന്നത്. അപ്പോൾ സെൻസ് ഓർഗൻസിന് എക്സാമ്പിൾ എഴുതി കഴിഞ്ഞാൽ എല്ലാവരും എഴുതി വയ്ക്കില്ലേ? കണ്ണുണ്ട്, മൂക്കുണ്ട്, ചെവിയുണ്ട്, നാക്കുണ്ട്, സ്കിൻ ഉണ്ട്. ഇതൊക്കെയാണ് എന്താ നമ്മുടെ സെൻസ് ഓർഗൻസ് ആയിട്ട് പറയുന്നത്. അപ്പോൾ സെൻസ് ഓർഗൻസിന്റെ ഡെഫിനിഷൻ സിമ്പിളാണ്. നമ്മൾ ചുറ്റുപാടുള്ള എല്ലാ കാര്യങ്ങളെയും നമ്മൾ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഓരോ ഓർഗൻസിനെയാണ് എന്ത് വിളിക്കുന്നത്? സെൻസ് ഓർഗൻസ് അല്ലെങ്കിൽ ജ്ഞാനേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേടാ? സിമ്പിൾ അല്ലേ? നമുക്ക് അറിയാവുന്ന കാര്യം. മിസ് ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, പിന്നെ എന്തിനാണ് മിസ്സേ പറയുന്നത് എന്നൊക്കെ വിചാരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഡെഫിനേഷൻ ഒന്ന് പഠിച്ചു വെച്ചേക്കാം, ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ട് ഈസ് സെൻസ് ഓർഗൻ? മിസ് കളർ മാറ്റാം കേട്ടോ, കളർ മാറ്റാം, റെഡ് മാറ്റിയിട്ട് നിങ്ങൾക്ക് വൈറ്റ് ഇടാം. ഓക്കെ, അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. സെറ്റ് ആണല്ലോ? ഇനി ഇപ്പോൾ അടുത്തത് പഠിക്കാൻ പോകുന്നത് നമ്മൾ ഈ പറയുന്ന ടൈഗറിനെ, ലയണിനൊക്കെ കണ്ടിട്ടുണ്ട്, റാബിറ്റിനെയൊക്കെ കണ്ടു. അവരുടെയൊക്കെ പ്രത്യേകത എന്താണ്? ഒന്ന് ആലോചിച്ച് നോക്കി. അതായത് ടൈഗറിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ടൈഗറിൻ്റെ കണ്ണുകൾ എവിടെ ഇരിക്കുന്നത്? ഫ്രണ്ടിലാണ് അല്ലേ, നമ്മുടെ പോലെയാണ്, തലയുടെ മുൻവശത്താണ് ടൈഗറിൻ്റെ ആയിക്കോട്ടെ ലയണിൻ്റെ സിംഹത്തിൻ്റെ ആയിക്കോട്ടെ കണ്ണുകൾ ഇരിക്കുന്നത്. നമ്മുടെ അങ്ങനെ തന്നെയല്ലേ, തലയുടെ മുൻഭാഗത്തായിട്ടാണ് കണ്ണുകൾ ഇരിക്കുന്നത്. അതേസമയം ഡീർ, അതായത് മാനിൻ്റെ കേസായാലും അതുപോലെ മുയലിൻ്റെ, റാബിറ്റിൻ്റെ കേസൊക്കെ ആയാലും അവരുടെ കണ്ണുകൾ എവിടെ ഇരിക്കുന്നത്? രണ്ട് സൈഡിലായിട്ട് ഇരിക്കുന്നത് അല്ലേ. കാക്കയുടെ കണ്ണൊന്ന് ആലോചിച്ച് നോക്കി, കാക്കയുടെ എങ്ങനെ? രണ്ട് സൈഡിലായിട്ടല്ലേ ഇരിക്കുന്നത്. ചില ഓർഗാൻസത്തിൻ്റെയൊക്കെ കണ്ണുകൾ രണ്ട് സൈഡിലായിട്ട് ഇരിക്കുന്നുണ്ട് അല്ലേ. ചിലവരുടെ എന്താണ് തലയുടെ ഫ്രണ്ടിലായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്, ചിലരുടെ രണ്ട് വശങ്ങളിലായിട്ടാണ് ഇരിക്കുന്നത്. ഇവർക്ക് പ്രത്യേകത
പ്രത്യേകതയാണ്. തലയുടെ ഫ്രണ്ടിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് ഏതൊരു വസ്തുവിനും തമ്മിലുള്ള അകലം തിരിച്ചറിയാനായിട്ട് പറ്റും. അത് കറക്റ്റ് ആയിട്ടുള്ള വിഷൻ ആയിരിക്കും. അപ്പം നമ്മുടെയൊക്കെ എന്താണ് ഫ്രണ്ടിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ജീവികൾക്ക്, അതായത് വസ്തുക്കൾ തമ്മിലുള്ള സ്ഥാനവും അല്ലെങ്കിൽ വസ്തുക്കൾ തമ്മിലുള്ള അകലവും കൃത്യമായിട്ട് തിരിച്ചറിയാൻ പറ്റും. അപ്പം കടുവക്കായിക്കോട്ടെ സിംഹത്തിനൊക്കെ ആയിക്കോട്ടെ, അത് ഈ തൊട്ടി ഫ്രണ്ടിലിരിക്കുന്ന ആൾ എവിടെയാണ് നിൽക്കുന്നത്, അവരുടെ സ്ഥാനം എവിടെയാണ് നിൽക്കുന്നത്, എന്തോരം അകൽച്ചയുണ്ട്, എന്തോരം ദൂരമുണ്ട്, അതൊക്കെ കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അതാണ് കണ്ണ് നമ്മുടെ തലയുടെ ഫ്രണ്ടിൽ വന്നാലുള്ള ഗുണം. ഇനി മാനിൻ്റെ കേസും മുയലിൻ്റെ കേസും, അതായത് റാബിറ്റിൻ്റെ കേസും ഡിയറിൻ്റെ കേസും അവരെടുക്കുകയാണെങ്കിൽ എന്താ, അവരുടെ കണ്ണുകൾ രണ്ട് സൈഡിലായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അവർക്ക് എന്താണ്, രണ്ട് വശങ്ങളായിട്ട് ഇരിക്കുന്നതുകൊണ്ട് തന്നെ അവർക്ക് കാഴ്ച സാധ്യമാകുന്നുണ്ട്. ഇരുവശങ്ങളിലെയും കാഴ്ച സാധ്യമാകും. ഓക്കെ, പക്ഷേ എന്തോരം ഡിസ്റ്റൻസ് ഉണ്ട് കാര്യങ്ങളൊന്നും നമ്മുടെ അത്ര കറക്റ്റായിട്ട് കിട്ടില്ല. പക്ഷെ എന്താണ്, അവർക്ക് രണ്ട് വശങ്ങളിലെയും കാര്യങ്ങൾ, നമുക്ക് തലയൊക്കെ തിരിച്ചു നോക്കേണ്ടി വരും. അവർക്ക് തല ഒന്നും തിരിച്ചു നോക്കേണ്ട, കാര്യം രണ്ട് കണ്ണുകളും രണ്ട് സൈഡിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇരുവശങ്ങളിലെയും കാഴ്ച സാധ്യമാക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നുണ്ടോ. എക്സാമ്പിൾ റാബിറ്റ്, അതുപോലെ തന്നെ ഡിയറും, മാൻ്റെ കേസും അങ്ങനെ തന്നെയാണ്, മുയൽ. ഓക്കെ, പിന്നെ ഇവരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ മാനായിക്കോട്ടെ മുയലായിക്കോട്ടെ തുടങ്ങിയ ജീവികൾക്ക് ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാനായിട്ട് ഇത് ഈ പ്രത്യേകത സഹായിക്കുന്നുണ്ട്. കാരണം രണ്ട് സൈഡിലും കണ്ണുകളായതുകൊണ്ട് അവിടെ നിന്ന് വരുന്നുണ്ടെങ്കിലും ഇവിടെ നിന്ന് വരുന്നുണ്ടെങ്കിലും ഒക്കെ എന്താണ്, അവർക്ക് പെട്ടെന്ന് ഓടി രക്ഷപ്പെടാനായിട്ട് പറ്റും. ഓക്കെ, കാര്യം ഇവരെയാണല്ലോ മെയിനായിട്ട് വേട്ടയാടുന്നത്. ഈ ടൈഗർ ആയിക്കോട്ടെ ലയൺ ആയിക്കോട്ടെ നമ്മുടെ മാനിനെയും റാബിറ്റിനെയും ഒക്കെയാണ് തിന്നുന്നത്. അപ്പോൾ ഏത് സമയത്ത് വേണമെങ്കിലും ശത്രുക്കൾ കടന്നു വരാം. അപ്പോൾ അതുകൊണ്ട് അവരെ സംബന്ധിച്ച് ഈ രണ്ട് സൈഡിൽ കണ്ണിരിക്കുന്നതാണ് നല്ലത്. കാര്യം ഇവിടെ നിന്ന് ഓടി വന്നാലും അവിടെ നിന്ന് ഓടി വന്നാലും അവർക്ക് എന്താണ് ചടപടയെന്നും പറഞ്ഞ് ഓടിപ്പോകാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ അല്ലേ. അപ്പം മിസ് ഒരു പ്രാവശ്യം കൂടി പറയുന്നുണ്ട്, ചില ജീവികളിൽ തലയുടെ മുൻവശത്തായിരിക്കും കണ്ണുകൾ ഇരിക്കുന്നത്, ചില ജീവികളിൽ എന്താണ് ഇരുവശങ്ങളിലായിട്ടാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ വന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഫ്രണ്ടിലാണ് കണ്ണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്താണ്, മുൻവശത്താണ് കണ്ണുകളെങ്കിൽ ജീവികൾക്ക് വസ്തുവിൻ്റെ സ്ഥാനം അറിയാൻ പറ്റും, അവരുടെ ഡിസ്റ്റൻസ് അകലം അറിയാൻ പറ്റും, കൃത്യമായിട്ട് തിരിച്ചറിയാൻ പറ്റും. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്താണ്, ഈ പറയുന്ന ടൈഗറിനായിക്കോട്ടെ സിംഹത്തിനായിക്കോട്ടെ കറക്റ്റായിട്ട് ഇര പിടിക്കാൻ പറ്റും. കാരണം എൻ്റെ ഇര ഇത്ര ദൂരം അകലെയാണ്, അപ്പം ഞാൻ ഇത്ര സ്പീഡിൽ ഓടണം എന്നൊക്കെ ഉള്ളത് നമ്മുടെ കടുവക്കും സിംഹത്തിനൊക്കെ കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അതേസമയം നമ്മുടെ ഡീർ അല്ലെങ്കിൽ നമ്മുടെ മാൻ അല്ലെങ്കിൽ റാബിറ്റ് അഥവാ മുയൽ, ഇവരുടെ കേസിൽ ഇവരുടെ കണ്ണുകൾ ഇരു സൈഡിലാണ്. അവർക്ക് ഇരുവശങ്ങളിലെ കാഴ്ച സാധിക്കുന്നുണ്ട്. അതുവഴി അവർക്ക് ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാനായിട്ട് പറ്റും. ഓക്കെ അല്ലേടാ, സെറ്റല്ലേ. അപ്പം ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം കേട്ടോ. ഇനി നമ്മൾ പൂച്ച നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവും. എത്ര പേരുടെ വീട്ടിൽ പൂച്ചയുണ്ടാ? പൂച്ചയുള്ളവർ ഒന്ന് ഹായ് കാണിച്ചു കേട്ടോ. മിസ്സിൻ്റെ വീട്ടിൽ പൂച്ചയില്ല, മിസ്സിന് പൂച്ചേനെ ഭയങ്കര പേടിയാണ് കേട്ടോ. അതുകൊണ്ടാണ്. ഓക്കെ, ഒരു പ്രാവശ്യം ചെറുപ്പത്തിൽ മിസ്സിനെ പൂച്ചയൊക്കെ ഓടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത്ര പോത്ത് പോലെ വലുതായിട്ട് മിസ്സിന് പൂച്ചയോടുള്ള പേടി മാറിയിട്ടില്ല. അപ്പോൾ നമുക്ക് എന്താണ് പൂച്ചയുടെ കാര്യത്തിലേക്ക് അടക്കാം. പൂച്ച നിസ്സാരക്കാരൻ ഒന്നുമല്ല. പൂച്ചയുടെ കണ്ണിലെ കൃഷ്ണമണി കണ്ടിട്ടില്ലേടാ, പ്യൂപ്പിൾ, ഇംഗ്ലീഷിൽ അതിനെ പ്യൂപ്പിൾ എന്നാ പറയുന്നത്. കണ്ടില്ലേ, ഇത് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റും. കണ്ണിലെ കൃഷ്ണമണി പകൽ വെളിച്ചത്ത് ചുരുങ്ങിയായിട്ടിരിക്കും. പക്ഷെ രാത്രി സമയം ഈ പ്യൂപ്പിള് നല്ല തിളങ്ങി വികസിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, നമ്മൾ രാത്രിയൊക്കെ പൂച്ചയുടെ കണ്ണ് കണ്ടാൽ പേടിച്ചു പോകും, പ്രേതമാണോ എന്നൊക്കെ കരുതും. ഓക്കെ, അതെന്താണ്, അത് തന്നെയാണ് നമ്മുടെ പൂച്ചയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അതായത് നേരിയ വെളിച്ചത്തിൽ പോലും എന്താണ് നമ്മുടെ പൂച്ചയ്ക്ക് കാഴ്ച സാധ്യമാക്കാനുള്ള കഴിവുണ്ട്. എത്ര രാത്രിയാണെന്നുണ്ടെങ്കിലും നമ്മുടെ പൂച്ചയ്ക്ക് എന്താണ് നല്ല കാഴ്ചശക്തി ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കുറഞ്ഞ സമയത്ത് അടുക്കളയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുന്നുണ്ട്, തപ്പി പമ്മി അതെടുത്ത് കഴിക്കുന്നുണ്ട്. ഓക്കെ, സോറി മിസ് ശബ്ദത്തിൽ ക്ലാസ് എടുത്തിട്ട് മിസ്സിൻ്റെ തൊണ്ടയൊക്കെ പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. നേരിയ വെളിച്ചത്തിൽ പോലും നമ്മുടെ പൂച്ചയ്ക്ക് കാഴ്ച സാധ്യമാകുന്നത്. അതാണ് നമ്മുടെ ക്യാറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ ഇതൊന്നും നോട്ട് ചെയ്ത് വെച്ചേക്കാം. പകൽ സമയത്ത് അതിനെ കൃഷ്ണമണി പ്യൂപ്പിൾ എന്ത് ചെയ്യുന്നുണ്ട്, ചുരുങ്ങിയായിരിക്കും ഇരിക്കുന്നത്, കുഞ്ഞിതായിട്ടായിരിക്കും ഇരിക്കുന്നത്. പക്ഷെ രാത്രി സമയമാകുമ്പോൾ ഇതിൻ്റെ കൃഷ്ണമണി ഭയങ്കര വലുതായിട്ട് പ്രേതത്തിൻ്റെ പോലെ ഇരിക്കും, ഭയങ്കര വലുതായിട്ടിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കോട്ടെ. ഇതുവരെ പൂച്ചയുടെ കണ്ണ് രാത്രി ശ്രദ്ധിച്ചിട്ടില്ലാത്ത കുട്ടികൾ ഇന്നൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾ നോക്കിക്കോ, കറക്റ്റ് പ്രേതത്തിൻ്റെ കണ്ണ് പോലെയായിരിക്കും ഇരിക്കുന്നത്. പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞൊന്നുമില്ല, നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ഓക്കെ, അവരുടെ പ്യൂപ്പിൾ അല്ലെങ്കിൽ കൃഷ്ണമണിയുടെ സൈസ് പകൽ സമയത്ത് ചെറുതായിരിക്കും, രാത്രി സമയത്ത് വലുതായിരിക്കും. അതുകൊണ്ട് തന്നെ എന്താണ്, അവർക്ക് മങ്ങിയ വെളിച്ചത്തിൽ പോലും, ചെറിയൊരു വെളിച്ചത്തിൽ പോലും കറക്റ്റായിട്ട് കാഴ്ച കാണാനായിട്ട് സാധിക്കും. ഇനി എന്തുകൊണ്ടാണ് ഇതിൻ്റെ കാരണം എന്ന് വെച്ചാൽ, പൂച്ചയുടെ കണ്ണുകളിൽ ഒരു പ്രത്യേക തരം സ്പെഷ്യലൈസ്ഡ് സെൽസ്, അതായത് പാളികളോട് കൂടിയിട്ടുള്ള കോശങ്ങളുണ്ട്. അതുകൊണ്ടാണ് അവരുടെ രാത്രിയിൽ കണ്ണുകളുടെ തിളക്കത്തിന് കാരണമാകുന്നത്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതായത് കാറ്റ്സ് ഐസ് ഹാസ് എ ലെയർ ഓഫ് സ്പെഷ്യലൈസ്ഡ് സെൽ ദാറ്റ് ഈസ് എ റീസൺ ഫോർ ദ ഷൈനിങ് ഓഫ് ദെയർ ഐസ് അറ്റ് നൈറ്റ്. രാത്രി സമയങ്ങളിൽ അവരുടെ കണ്ണ് തിളങ്ങിയിരിക്കുന്നതിൻ്റെ കാര്യം അവരുടെ കണ്ണിൽ ഒരു പാളി കോശങ്ങളുണ്ട്, ലെയേഴ്സ് ഓഫ് സ്പെഷ്യലൈസ്ഡ് സെൽസ് ഉണ്ട്. അതുകൊണ്ടാണ്. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കട്ടോ. ചിലപ്പോൾ ചോദിക്കും ഇങ്ങനെ, എന്തുകൊണ്ടാണ് പൂച്ചയുടെ കണ്ണ് രാത്രി തിളങ്ങിയിരിക്കുന്നത്, എന്തുകൊണ്ടാണ് കണ്ണിൽ എന്താണ് സ്പെഷ്യലൈസ്ഡ് ആയിരിക്കുന്ന സെൽസ്, ലെയേർഡ് ആയിരിക്കുന്ന സെൽസ് കാണപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് പൂച്ചയുടെ കണ്ണുകൾ രാത്രി തിളങ്ങിയിരിക്കുന്നത്. ഓക്കെ ആണല്ലോ, സെറ്റാണല്ലോ. ചേച്ചിമാർക്കും ചേട്ടന്മാർക്കൊക്കെ ഓക്കെ അല്ലേ? അപ്പോൾ ഓക്കെ ആണെങ്കിൽ തമ്പിട്ടോ എല്ലാ ടോപ്പിക് കഴിയുമ്പോഴും കറക്റ്റായി മനസ്സിലായെന്നുണ്ടെങ്കിൽ തമ്പിട്ട് പോവുക കേട്ടോ. ഇനി അടുത്തത്
അടുത്ത പോയിന്റ് പറയുന്നത് ദീസ് ഐസ് ആർ മെനി ആനിമൽസ് ദാറ്റ് ഹണ്ട് ഫോർ പ്രേ അറ്റ് നൈറ്റ് ഹാവ് ദീസ് ഫീച്ചേഴ്സ്. അതായത് രാത്രികളിൽ ഇര തേടുന്ന പല ജീവികളുടെ കണ്ണുകൾക്ക് എന്താണ് ഈ പ്രത്യേകത ഉണ്ട്. അതായത് കാറ്റിന് മാത്രമല്ലടാ, അതായത് രാത്രികളിൽ ഇരയെ പിടിച്ചുകൊണ്ട് നടക്കുന്ന മറ്റ് ജീവികളിലും എന്താണ് ഇതുപോലെ അവരുടെ കണ്ണുകൾക്ക് മങ്ങിയ വെളിച്ചത്തിൽ പോലും കാഴ്ച സാധ്യമാകാനുള്ള പ്രത്യേകത ഉണ്ട്. അതായത് അവരുടെ പകൽ സമയത്ത് അവരുടെ കണ്ണിൻ്റെ കൃഷ്ണമണി പ്യൂപ്പിൾ എന്തായിരിക്കും ചുരുങ്ങിയായിരിക്കും ഇരിക്കുന്നത്, ചെറുതായിട്ടായിരിക്കും ഇരിക്കുന്നത്. പക്ഷേ രാത്രിയായി കഴിയുമ്പോൾ നല്ല വലുതായിട്ട് ആ പ്യൂപ്പിൾ കൃഷ്ണമണി ഇരിക്കുന്നുണ്ട്. ഓക്കെ, അത് പൂച്ചയ്ക്ക് മാത്രമല്ല രാത്രി ഇരപിടിക്കുന്ന എല്ലാ ജീവികൾക്കും എന്തുണ്ട് ആ പ്രത്യേകത ഉണ്ട്. അപ്പൊ ഇതാണ് പൂച്ചച്ചേട്ടനെ കുറിച്ചുള്ള കാര്യം. പൂച്ചച്ചേട്ടന്റെ കാര്യം മനസ്സിലായടാ? മനസ്സിലായോ? ഒന്ന് കാണിച്ചു തന്നെ. പൂച്ചയുടെ ശബ്ദം എങ്ങനെയൊന്ന് ഒന്ന് പറഞ്ഞു തന്നെ എനിക്ക്. എങ്ങനെയാണ്? നമുക്കറിയാം, മ്യാവ്, അതല്ലേ സംഭവം. ഓക്കെ, അപ്പം മ്യാവ് പഠിക്കുന്നതിൻ്റെ ഒപ്പം നമ്മുടെ മ്യാവിൻ്റെ അല്ലെങ്കിൽ പൂച്ചയുടെ കണ്ണിൻ്റെ പ്രത്യേകത കൂടി പഠിക്കേണ്ടതാണ്. സെറ്റാണല്ലോ. ഇനി അടുത്തതാണ് മൂങ്ങ, അവൾ. നമുക്കറിയാവുന്ന സാധനമല്ലേ ഇത്? നമ്മളൊക്കെ ഇത് കൗതുകത്തോടെ കണ്ടിട്ടുണ്ട്. മിസ്സിനൊക്കെ ചെറുപ്രായത്തിൽ മിസ്സിൻ്റെ അമ്മയൊക്കെ ഇല്ലേ ചോറ് തീറ്റിക്കുന്ന മൂങ്ങയുടെ കേസ് പറഞ്ഞാൽ മിസ്സിന് അറിഞ്ഞുകൂടായിരുന്നേ പണ്ട്. അത് നിങ്ങളുടെയൊക്കെ പ്രായത്തിൽ നിങ്ങളുടെ അത്ര ബുദ്ധിയൊന്നും ഉണ്ടായിരുന്നില്ലേ? അപ്പോൾ മൂങ്ങ വരും വേഗം കഴിച്ചു, അല്ലെങ്കിൽ മൂങ്ങ പിടിച്ചിട്ടുണ്ടോ, മൂങ്ങയുടെ കണ്ണ് കണ്ടിട്ടുണ്ടോ ഒന്ന് പറഞ്ഞിട്ട് പേടിപ്പിച്ചിട്ടായിരുന്നു മിസ്സിനെയൊക്കെ ചോറ് കഴിപ്പിച്ചിരുന്നത്. ഓക്കെ, അപ്പോൾ മൂങ്ങിനെ കുറിച്ചിട്ട് പഠിക്കാം. ഇപ്പം മിസ്സിന് പേടിയൊന്നുമില്ല കേട്ടോ മൂങ്ങനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അത് മാറി. അന്ന് മനസ്സിലായി അമ്മ ചോറ് തരാനുള്ള അമ്മയുടെ നമ്പർ ആയിരുന്നു എന്നുള്ളത്. അപ്പോൾ അവൾ അഥവാ മൂങ്ങയുടെ കാര്യം പറയാം. മൂങ്ങയുടെ തലയുടെ നേരെ മുൻഭാഗത്തായിട്ടാണ്, നമ്മുടെ പോലെ മുൻഭാഗത്തായിട്ടാണ് അവരുടെ വലിയ നല്ല ഉണ്ട കണ്ണുകളുള്ളത്. ഓക്കെ, മൂങ്ങക്ക് എന്താണ് മുൻഭാഗത്തായിട്ട് വലിയ ഉണ്ട കണ്ണുകളുണ്ട്. ഇനി ഇവരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ എന്താണ്? അതായത് ഈ പറയുന്ന അവരുടെ കഴുത്ത് തിരിക്കാനുള്ള കഴിവുണ്ട്. നമുക്ക് പറ്റുമോ? നമുക്ക് ഇങ്ങോട്ട് തിരിക്കാം, ഇങ്ങോട്ട് തിരിക്കാം, ഇങ്ങോട്ട് തിരിക്കാം. അതല്ലാതെ ബാക്കിലേക്ക് തിരിക്കാൻ പറ്റൂടാ. പക്ഷേ നമ്മുടെ മൂങ്ങച്ചേട്ടൻ അത് പറ്റും. അതാണ് മൂങ്ങയുടെ പ്രത്യേകത. അതായത് കഴുത്ത് പുറകോട്ട് തിരിച്ച് പുറകിലെ കാഴ്ചകൾ. അതായത് മൂങ്ങ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ തിരിഞ്ഞിട്ട് ബാക്കിൽ ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്നുള്ളത് നോക്കാനുള്ള കഴിവ് ആർക്കുണ്ട്? നമ്മുടെ മൂങ്ങച്ചേട്ടനുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ മൂങ്ങയുടെ പ്രത്യേകത അതാണ്. കഴുത്ത് നന്നായിട്ട് തിരിച്ച്, അതായത് ബാക്ക് സൈഡിലേക്ക് 360 ഡിഗ്രി വരെ കർവ്, അതായത് തിരിക്കാനുള്ള കഴിവ് ആർക്കുണ്ട്? നമ്മുടെ മൂങ്ങയ്ക്കുണ്ട്. മൂങ്ങനെ കണ്ടാൽ അറിയാൻ പറ്റും. മൂങ്ങയുടെ പല വീഡിയോസിലൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. ഗൂഗിളിലൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മൂങ്ങയുടെ കഴുത്തിൻ്റെ പ്രത്യേകത ഗിഫൊക്കെ വരും കേട്ടോ. ഓക്കെ അല്ലേ? അപ്പോൾ അതാണ് മൂങ്ങയുടെ പ്രത്യേകത. ഇനി അടുത്താണ് മരയോന്ത്. ഓക്കെ, മരയോന്ത് ഓന്തിനെ കണ്ടിട്ടുണ്ടാടാ? അതായത് ഓന്തിനൊരു പ്രത്യേകതയുണ്ട്. അത് എന്ത് ചെയ്യുന്നുണ്ട്? എവിടെയെങ്കിലും ചെന്നിരുന്ന ആ കളറായിട്ട് മാറും. ഓക്കെ, അപ്പം ഈ പറയുന്ന ഓന്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കണ്ണുകളെ വ്യത്യസ്ത ദിശയിൽ ഡിഫറെൻറ്റ് ഡയറക്ഷനിലേക്ക് ചലിപ്പിച്ചിട്ട് ചുറ്റുമുള്ള കാഴ്ചകളെ കാണാനായിട്ട് സാധിക്കും നമ്മുടെ ഈ പറയുന്ന ഓന്തിൻ്റെ കേസിൽ. അപ്പോൾ ഒരു പ്രാവശ്യം കൂടി പറയാം. അതായത് ഓന്തിന് ഒരേ സമയം നമ്മുടെ കണ്ണുകളെ പല പല ഡയറക്ഷനിലേക്ക്, നമുക്കധികം ഡയറക്ഷനിലേക്ക് ഒന്നും നോക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. പക്ഷേ ഓന്തിന് എന്താണ്? പല പല ഡയറക്ഷനിലേക്ക്. ഓക്കെ, പല പല ഡയറക്ഷനിലേക്ക്. മൂങ്ങയുടെ കേസ് ഒന്ന് ആലോചിച്ചൊക്കെ തല തിരിച്ചാണ് നോക്കുന്നത്. പക്ഷെ അതേസമയം അതേപോലെ തന്നെ ഇവർക്ക് കണ്ണുകൾ പല പല ദിശയിലേക്ക്, പല പല ഡയറക്ഷനിലേക്ക്, വ്യത്യസ്ത ദിശയിലേക്ക് ചലിപ്പിച്ച് ചുറ്റുമുള്ള കാഴ്ചകൾ കാണാനായിട്ട് ആർക്ക് പറ്റും? നമ്മുടെ ഓന്തിന് പറ്റും. ഓക്കെ, സെറ്റല്ലേ? ഓന്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഓന്തി പെട്ടെന്ന് കളർ മാറുന്നു മിസ്സേ എന്നൊന്നും എക്സാമിന് എഴുതി വെക്കരുത്. അവർ ചോദിക്കുന്നത് എന്താണ്? ഓന്തിൻ്റെ കണ്ണുകളുടെ പ്രത്യേകതയാണ്. കണ്ണുകൾക്ക് എന്താണ്? വ്യത്യസ്ത ദിശകളിലേക്ക് ചലിപ്പിച്ച് എല്ലാ സൈഡിലെയും വിഷൻ സാധ്യമാക്കാനായിട്ടുള്ള കഴിവ് ആർക്കുണ്ട്? നമ്മുടെ ഈ പറയുന്ന ഓന്തിനുണ്ട്. ഓക്കെ, ഇനി നമ്മുടെ കണ്ണിലേക്ക് എടുക്കാം. നമ്മുടെ കണ്ണിന് ഒരു അസുഖം വരാറില്ലടാ. എന്താണത്? ചെങ്കണ്ണെന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, കണ്ണിക്കേട് എന്നാണ് പറയുന്നത് അല്ലേ? കണ്ണിക്കേട് വന്നിട്ടുണ്ടോ നിങ്ങൾക്ക്? മിസ്സിന് വന്നിട്ടുണ്ടടാ. സാറിന് വന്നിട്ടുണ്ടോ കണ്ണിക്കേട്? ഓക്കെ, സാറിന് ഇല്ലെന്നാ പറയുന്നത് അല്ലേ? ഇല്ലില്ല, സാറിന് വന്നിട്ടില്ല, മിസ്സിന് പക്ഷേ വന്നിട്ടുണ്ട് കേട്ടോ. മിസ് എന്തോ 10ാം ക്ലാസ്സിൽ എന്തോ പഠിക്കുന്ന സമയത്ത് കണ്ണിക്കേട് ക്ലാസ്സിൽ നിന്ന് എവിടെ നിന്നോ കിട്ടിയതാണ്. മിസ്സിന് വന്ന് ഒരാഴ്ചയൊക്കെ ഇപ്പോൾ കണ്ണൊക്കെ ഭയങ്കരമായിട്ട് ചുമന്ന് എപ്പോഴും ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കും. ഓക്കെ, കണ്ണിക്കേട് വന്നിട്ട് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് എടുക്കുക, മിസ് എനിക്ക് വന്നിട്ടുണ്ടെന്നുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ കണ്ണിക്കേടിൻ്റെ ലക്ഷണങ്ങളാണ് നോക്കുന്നത്. പെയിൻ ഇൻ ദ ഐസ്, കണ്ണിൽ ഭയങ്കരമായിട്ട് വേദന അനുഭവപ്പെടും. ചില ആൾക്കാർക്ക് വേദന ഇത്തിരി കൂടുതലായിക്കോട്ടെ. മിസ്സിന് വന്ന കണ്ണിക്കേടിന് അത്ര വേദന ഉണ്ടായിരുന്നില്ല. അപ്പോൾ ചില ആൾക്കാർക്ക് എന്താണ്? കണ്ണിൽ നന്നായി വേദന അനുഭവപ്പെടും. അപ്പോൾ ചെങ്കണ്ണിൻ്റെ ലക്ഷണം തന്നെയാണ് കണ്ണിന് വേദന ഉണ്ടാവും. നോർമലി നമ്മൾ കണ്ണിരിക്കേണ്ടെന്നും കൂടി അറിയുന്നില്ല. പക്ഷേ ഈ പറയുന്ന ചെങ്കണ്ണ് അഥവാ കൺജക്റ്റിവിറ്റീസ് എന്നാണ് ഇംഗ്ലീഷ് പറയുന്നത്. കൺജക്റ്റിവിറ്റീസ് എന്നാണ്. അപ്പോൾ അത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? കണ്ണ് നന്നായിട്ട് വേദനിക്കോടാ. പിന്നെ അതുപോലെ കണ്ണ് നന്നായി ചുമക്കും. റെഡ്നെസ് ഇൻ ദ ഐ, കണ്ണുകളിൽ എന്താണ് ഈ പറയുന്ന പോലെ ചുവപ്പ് നിറം വരുന്നു. ഓക്കെ, അങ്ങാടി ഇങ്ങോട്ട് മാറി കിടക്കുന്നുണ്ട് കേട്ടോ. കണ്ണുകളിൽ ചുവപ്പ് നിറം വരുന്നുണ്ട്. ഇനി എക്സസീവ് ടിയറിങ്, അതായത് കണ്ണുകളിൽ നിന്നിട്ട് എന്താണ്? കണ്ണുനീര് എപ്പോഴും ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ വെള്ളത്തിലൂടെയാണ് പകരുന്നത്. അപ്പോൾ ഈ വെള്ളം ഇങ്ങനെ നമ്മൾ എപ്പോഴും തുടച്ച് കളയുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ടവൽ യൂസ് ചെയ്ത് നമ്മൾ തുടച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ടവൽ ഇവിടെ വെച്ചുമ്പോൾ നമ്മുടെ ഫ്രണ്ട് വന്ന് ആ ടവലിൽ തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അവർക്കും ഈ പറയുന്ന തൊട്ട് കഴിഞ്ഞിട്ട് നോർമലി നമ്മൾ വെറുതെ ക്ലാസ്സിലിരിക്കുമ്പോൾ ഇടയ്ക്ക് കൈ വെച്ച് കണ്ണൊക്കെ ഇങ്ങനെ കാണിക്കില്ലേ? അപ്പോൾ ഈ ടവലിൽ തൊട്ടിട്ടുള്ള ആൾ കയ്യിൽ ഇങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ പറയുന്ന ആ ഒരു ഇൻഫെക്ഷൻ ആ കുട്ടിക്കും പകരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കണ്ണിക്കേട് അഥവാ ചെങ്കണ്ണ് അല്ലെങ്കിൽ കൺജക്റ്റിവിറ്റീസ് എന്താണ്? പകരുന്നൊരു അസുഖമാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റുള്ളവർ ഉപയോഗിക്കുന്ന ടവല് തൂവാലകളൊന്നും യൂസ് ചെയ്യാതിരിക്കുക. അതുപോലെ ഈ പറയുന്ന
കൺജക്ടിവിറ്റീസ് ഉള്ള അല്ലെങ്കിൽ ഈ പറഞ്ഞ ചെങ്കണ്ണിൻ്റെ ലക്ഷണങ്ങളുള്ളവ എന്ത് ചെയ്യുക, ഈ പറയുന്ന ക്ലാസ്സിലൊന്നും പോകാതിരിക്കുക. കാര്യം നമ്മൾ കാര്യം ഒരു അസുഖം മറ്റുള്ളവർക്ക് സ്പ്രെഡ് ചെയ്യുന്നത് ശരിയല്ലല്ലോ. ഇനി വന്നു കഴിഞ്ഞാൽ ചില ആൾക്കാർ ടവൽ യൂസ് ചെയ്യില്ല. ടവൽ യൂസ് ചെയ്തില്ലെങ്കിൽ പണിയാണ്. കാരണം അവരെപ്പോഴും ഇങ്ങനെ വെള്ളം ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കും. അത് ചിലപ്പോൾ ബെഞ്ചിൽ എവിടെയെങ്കിലും പിടിക്കും. ആ ബെഞ്ചിൽ വന്ന് വേറൊരാൾ പിടിച്ച് ആ കൈ കൊണ്ട് അവരുടെ കണ്ണിലും കൂടി പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കും അത് വരും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള അസുഖങ്ങൾ ഉള്ളപ്പോൾ നിങ്ങൾ സ്കൂളിൽ പോകാതിരിക്കുക. അപ്പോൾ അത് മിസ്സേ എങ്ങനെയെങ്കിലും ചെങ്കണ്ണ് വന്നാൽ മതി അങ്ങനെ പ്രാർത്ഥിക്കരുത് കേട്ടോ, സ്കൂളിൽ പോകാതിരിക്കാനായിട്ട്. ഇത് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരാഴ്ചയോളം ഈ വെള്ളം വന്ന് നമുക്ക് ഒരുമാതിരിയാകും. പിന്നെ അതുപോലെ വേദന ഉണ്ടാകും, രാത്രി ഉറങ്ങുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ കണ്ണീപ്പീള വന്ന് എപ്പോഴും ഇങ്ങനെ കെട്ടിക്കൊണ്ടൊക്കെയിരിക്കും. അതൊക്കെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്, കണ്ണിങ്ങനെ തുറക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ചെങ്കണ്ണ് അല്ലെങ്കിൽ കൺജക്ടിവിറ്റീസിൻ്റെ ലക്ഷണങ്ങളാണ്, അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതൊന്ന് പഠിച്ചേക്കാം. ഇനി അടുത്തത് കണ്ണിനെ ബാധിക്കുന്ന വേറെ എന്തൊക്കെ രോഗങ്ങളാണെന്നുള്ളതാണ്. കാറ്ററാക്ട്, അത് തിമിരം വരുന്നുണ്ട്. ഗ്ലോക്കോമ എന്ന് പറയുന്ന ഒരു അസുഖം എന്നാണ് കണ്ണിന് വരുന്നത്. അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ കേട്ടോ. അതായത് ചെങ്കണ്ണ് കൺജക്ടിവിറ്റീസ് നമുക്ക് അറിയാവുന്ന കാര്യം. തിമിരം എന്ന് പറയുന്ന വയസ്സാകുന്ന ആൾക്കാർക്ക് വരുന്നതാണ് കേട്ടോ. ഓക്കെ, ഗ്ലൂക്കോമ എന്ന് പറയുന്ന മറ്റൊരു അസുഖവും കൂടി ഉണ്ട്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. വേറെ ഏതെങ്കിലും കണ്ണിന് വരുന്ന അസുഖങ്ങൾ ചോദിച്ചാലോ, അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം, ഒന്ന് ആഡ് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. ഇനി അടുത്തത് സ്നെല്ലൻ ചാർട്ട്. സ്നെല്ലൻ ചാർട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കണ്ണിന് കാഴ്ച ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാനുള്ള ഒരു ടെസ്റ്റാണ് സ്നെല്ലൻ ചാർട്ട്. ഇതുപോലെ ഒരു ചാർട്ടായിരിക്കും. ഭയങ്കര വലിയ ലെറ്റേഴ്സൊക്കെ ആദ്യം വെക്കും. എന്നിട്ട് പയ്യെ ഇതിൻ്റെ സൈസ് ഇങ്ങനെ കുറഞ്ഞു വരുന്ന രീതിയിലാണ് ഇത് അറേഞ്ച് ചെയ്യുന്നത്. ഏറ്റവും ലാസ്റ്റ് വരുന്ന ലെറ്റേഴ്സിന് എന്താണ് സൈസ് ഭയങ്കര കുറവായിരിക്കുള്ളൂ. മുകളിൽ എന്താണ് വലിയ ലെറ്റേഴ്സും താഴേക്ക് വരുമ്പോഴും അത് ചെറുതായാണ് വരുന്നത്. പിന്നെ ഡോക്ടർ നമ്മുടെ അടുത്ത് പറയും ഇത്ര അടി ഒന്ന് ബാക്കിലേക്ക് ഇരുന്നിട്ട് ഈ ചാർട്ടിൽ കാണുന്ന കാര്യങ്ങൾ ഒരു കണ്ണടച്ച് വായിക്കാൻ പറഞ്ഞിട്ട് പറയും ഏത് ലെറ്റേഴ്സ് വരെ വായിക്കാൻ പറ്റണമെന്ന് ചോദിക്കും. അപ്പോൾ മിസ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ ലാസ്റ്റത്തെ ലെറ്റർ വരെ വായിക്കും. അപ്പോൾ അവർ പറയും ഈ കണ്ണിന് ഒരു പ്രശ്നമില്ല എന്ന് പറയും. ഇനി അടുത്ത കണ്ണുകൊണ്ട് വായിക്കാൻ പറയും. അടുത്ത കണ്ണുകൊണ്ട് വായിക്കുമ്പോൾ ലാസ്റ്റ് ലെറ്റർ വരെ വായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കണ്ണിന് കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ല എന്ന് പറയും. പക്ഷേ ചില ആൾക്കാരിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ആൾക്കാർക്ക് ചിലപ്പോൾ ഈ ഒരു ലെറ്റേഴ്സ് വരെയാണ് വായിക്കാൻ പറ്റുള്ളൂ, ബാക്കി താഴത്തുള്ള ലെറ്റേഴ്സ് വായിക്കാൻ പറ്റില്ല. അതായത് അവരുടെ കണ്ണിന് പവർ കുറഞ്ഞെന്നാണ് മീൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ അവരുടെ കണ്ണിൻ്റെ പവർ ടെസ്റ്റ് ചെയ്യാൻ, പവർ കുറഞ്ഞില്ലോ എന്നൊക്കെ അറിയാനായിട്ട് സ്നെല്ലൻ ചാർട്ട് യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ പാരൻസിനോട് ചോദിച്ചറിയാൻ പറ്റും. നമ്മൾ ലൈസൻസ് ഒക്കെ എടുക്കില്ലേടാ, ചുമയാണ്. അപ്പോൾ ലൈസൻസ് എടുക്കുന്ന സമയത്തൊക്കെ ഈ കണ്ണ് പരിശോധിക്കും. കാര്യം നമ്മൾ ലൈസൻസ് എന്ന് വെച്ചാൽ എന്താണ്, വണ്ടി ഓടിക്കാനുള്ള ആ സംഭവമാണ്. അപ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ നല്ല കണ്ണിന് പവറൊക്കെ വേണ്ടേ. അപ്പോൾ പവർ ചെക്ക് ചെയ്ത ശേഷം കറക്റ്റ് പവർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ലൈസൻസ് എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അത് ചെക്ക് ചെയ്യാനായിട്ട് എപ്പോഴും ഈ ഒരു ടെസ്റ്റാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു ടെസ്റ്റ് ചെയ്തിട്ട് ഇതിൻ്റെ പവർ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പല ടെക്നിക്കുകളും വരുന്നുണ്ട്. പണ്ട് മിസ്സൊക്കെ ലൈസൻസ് എടുത്ത സമയത്തൊക്കെ ഇതായിരുന്നു എന്ന് തോന്നുന്നു. ഇപ്പോൾ വേറെയൊക്കെ ഉണ്ട് അല്ലേ സാർ, ഇപ്പോൾ വേറെ ടെസ്റ്റൊക്കെ ആയിരുന്നു തോന്നുന്നു കണ്ണിന്. ഓക്കെ, ഇപ്പോൾ വേറെ പലതും ഉണ്ട്. പണ്ട് ഇതാണ് സ്നെല്ലൻ ചാർട്ടാണ് യൂസ് ചെയ്തിരുന്നത് കേട്ടോ. അപ്പോൾ സ്നെല്ലൻ ചാർട്ട് മിസ് പറഞ്ഞ പോലെ കാഴ്ച പരിശോധിക്കാൻ വേണ്ടി സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഒരു ചാർട്ടാണ് എന്ത് ഈ പറഞ്ഞ സ്നെല്ലൻ ചാർട്ട് എന്ന് പറയുന്നത്. ഏറ്റവും വലിപ്പമുള്ള പല വലിപ്പത്തിലുള്ള അക്ഷരങ്ങളുണ്ടാവും. മുകളിൽ എന്താണ് നല്ല വലിപ്പമുള്ളതും താഴേക്ക് വരുന്നതോറും അതിൻ്റെ ആ ലെറ്റേഴ്സിൻ്റെ വലിപ്പം കുറഞ്ഞു വരുന്ന രീതിയിലാണ് അക്ഷരങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഇനി 1862 ഡച്ച് നേത്രരോഗ വിദഗ്ധനായ ഹെർമൻ സ്നെല്ലറാണ്. അതുകൊണ്ടാണ് സ്നെല്ലൻ ചാർട്ട്, പുള്ളിക്കാരനാണ് ഇത് കണ്ടുപിടിച്ച ആളുടെ പേര് വെക്കേണ്ടടാ. അതുകൊണ്ടാണ് സ്നെല്ലൻ ചാർട്ട് എന്ന് പറയുന്നത്. ഒപ്റ്റാമോളജിസ്റ്റ് എന്ന് വെച്ചാൽ കണ്ണുമായിട്ട് ബന്ധമുള്ള എല്ലാത്തിനും ഒപ്റ്റാമോളജി അതാണ് പറയുന്നത് കേട്ടോ. ആ ഒരു നേത്രരോഗ വിദഗ്ധൻ ആയ ഹെർമൻ സ്നെല്ലൻ ആണ് ഈ ഒരു സംഭവം തയ്യാറാക്കിയത് കേട്ടോ. അപ്പോൾ ഈ ഹെർമൻ സ്നെല്ലന്റെ പേരൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതുകൊണ്ട് തന്നെ ആ ചാർട്ടിന് എന്ത് പേരിട്ടു, സ്നെല്ലൻ ചാർട്ടെന്ന്. നിങ്ങളൊക്കെ എന്തെങ്കിലും കണ്ടുപിടിക്കുക കേട്ടോ. കണ്ടുപിടിച്ച് കഴിയുമ്പോൾ ഇതുപോലെ നിങ്ങൾ കഴിഞ്ഞിട്ടുള്ള ജനറേഷനൊക്കെ നിങ്ങൾ കണ്ടുപിടിച്ച സാധനങ്ങളൊക്കെ പഠിക്കേണ്ടി വരും. അപ്പോൾ പഠിക്കുമ്പോൾ എന്താ, നമ്മളാണ് കണ്ടുപിടിച്ചെങ്കിൽ നമ്മുടെ പേര് വേണമെങ്കിൽ ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം വരുന്ന ജനറേഷനൊക്കെ നിങ്ങളുടെ പേരൊക്കെ ഫേമസ് ആകണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴേ എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കടാ. നിങ്ങൾക്ക് എല്ലാവർക്കും ബുദ്ധിയില്ലേ? ഓരോന്നൊക്കെ കണ്ടുപിടിച്ചു കേട്ടോ. കുറേ സമയം നിങ്ങളുടെ മുന്നിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ മാക്സിമം ആ ബുദ്ധി ഒന്ന് ഉപയോഗിക്കുക കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് കാഴ്ചയ്ക്ക് വെല്ലുവിളി നേരിടുന്ന വ്യക്തികൾ എങ്ങനെയാണ് ചുറ്റുപാട്, അതായത് കാഴ്ചശക്തി ഇല്ലാത്ത ആൾക്കാർ അല്ലെങ്കിൽ മങ്ങിയ കാഴ്ചയുള്ള ആൾക്കാരൊക്കെ എങ്ങനെയാണ് ചുറ്റുപാടിനെ കുറിച്ച് അറിയുന്നത്. കാരണം ഈ കണ്ണെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ പറയുന്ന ചെവി എന്നൊക്കെ പറയുന്നത് ചുറ്റുപാടുകളെ മനസ്സിലാക്കാനുള്ള സെൻസ് ഓർഗനിലൊന്നാണ്. കണ്ണായാലും മൂക്കായാലും ചെവിയൊക്കെയായാലും. അപ്പോൾ ഒരാൾക്ക് കണ്ണ് കംപ്ലൈൻറ്റ് വന്നു പോയാൽ, കണ്ണിന് കാഴ്ചയില്ലാന്ന് കരുതിക്കോ. അപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മുടെ ചുറ്റുപാടൊക്കെ കുറേ ആൾക്കാരൊക്കെ അങ്ങനെയുള്ളത്. അപ്പോൾ അങ്ങനെ അവരെങ്ങനെയാണ് ചുറ്റുപാടിനെ മനസ്സിലാക്കുന്നതെന്നാണ് ഒന്ന് പറഞ്ഞു തന്നെ. ആർക്കെങ്കിലും അറിയാമോ എങ്ങനെയായിരിക്കും അവർ ചുറ്റുപാടിനെ മനസ്സിലാക്കുന്നത്? ഓക്കെ, നമുക്കറിയാം ശബ്ദം കേട്ടിട്ട്, അതായത് കണ്ണില്ല അവർക്ക്. അപ്പോൾ അവരിങ്ങനെ അവർക്ക് ഭയങ്കരമായിട്ട് ശബ്ദം എത്ര ഷാർപ്പായിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര ലൈറ്റായിട്ടുള്ള വോയിസ് ആയാലും അവർക്ക് പെട്ടെന്ന് കേൾക്കാൻ പറ്റും. കാരണം അവർ ഭയങ്കരമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യും. കണ്ണില്ലാത്തതുകൊണ്ട് തന്നെ അവർ ഭയങ്കരമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യും. അപ്പോൾ ശബ്ദം കേട്ടിട്ട് ആളുകളെ തിരിച്ചറിയാനായിട്ട് സാധിക്കും. ഇനി അതുപോലെ കറൻസി നോട്ടുകളും നാണയങ്ങളും തൊട്ട് നോക്കിയിട്ട്, അതായത് നിങ്ങൾ ഇതുവരെ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, നോട്ടിലൊന്ന് തൊട്ട് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇരു സൈഡിലായിട്ട് ലൈൻസ് കാണാൻ പറ്റും. നമ്മൾ കണ്ണുള്ളതുകൊണ്ട് നമുക്കറിയാം ഇത് 20ൻ്റെ നോട്ടാണ്, ഇത് 50ൻ്റെ നോട്ടാണ്, ഇത് 500ൻ്റെ നോട്ടാണ്. ഓക്കെ, അല്ലെ
ഇത് 100-ന്റെ നോട്ടാണ്, ഇത് 1000-ന്റെ നോട്ടാണ്, അല്ലെങ്കിൽ ഇത് 2000-ന്റെ നോട്ടാണെന്നൊക്കെ നമുക്കിത് കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. പക്ഷെ അവർക്ക് എന്താ കാഴ്ചശക്തി ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ നോട്ടിൻ്റെ സൈഡിലായിട്ട് ലൈൻസ് കൊടുത്തിട്ടുണ്ട്. ആ ലൈൻസിൽ ഇങ്ങനെ ടച്ച് ചെയ്തിട്ടാണ്, നിങ്ങൾ കണ്ണ് കാണാത്ത ആൾക്കാരെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഞങ്ങളുടെ വീടിനടുത്തൊരു ചേട്ടനുണ്ട്. അപ്പോൾ ആ ചേട്ടൻ ഇങ്ങനെ നോട്ടൊക്കെ ഉണ്ടെങ്കിൽ ആ ചേട്ടൻ ഇങ്ങനെ നോക്കും, നോട്ടിൽ ഇങ്ങനെ ടച്ച് ചെയ്ത് നോക്കും, ഈ സൈഡിലും ടച്ച് ചെയ്ത് നോക്കും. ടച്ച് ചെയ്ത് നോക്കുമ്പോൾ അതിനകത്ത് ലൈൻസ് വെച്ചിട്ടാണ് എന്ത് അവർ എത്രയാണ് ആ രൂപ എന്ന് മനസ്സിലാക്കുന്നത്. കാര്യം ഇവരെ പറ്റിക്കാനുള്ള സാധ്യത കൂടുതലേ. ഈ കണ്ണില്ലാത്തതുകൊണ്ട് ചിലപ്പോൾ ഇന്ന ചേട്ടാ 500 രൂപ എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ 50 രൂപ കൊടുക്കിയിരിക്കും. കാരണം നാട്ടിലുള്ള ആൾക്കാർ അങ്ങനെയാണ്, കുറേ എണ്ണങ്ങൾ ഇങ്ങനെ പറ്റിക്കും. അപ്പോൾ അവർ പറ്റിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് നോട്ട് ഉണ്ടാക്കുമ്പോൾ തന്നെ അങ്ങനെയാണ്. അതായത് ഈ പറഞ്ഞ കണ്ണില്ലാത്ത ആൾക്കാർക്കും അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കറൻസിയുടെ 2 സൈഡിലായിട്ട് ലൈൻസ് ഉണ്ട്. അത് ഓരോ എന്താണ്, ഇപ്പോൾ 50-ന്റെ ആയാലും 100-ന്റെ ആയാലും 500-ന്റെ ഒക്കെ ആയാലും അതിന് മാറ്റങ്ങൾ വരും കേട്ടോ. ഓക്കെ, അപ്പോൾ കറൻസി നോട്ടുകളൊക്കെ തൊട്ട് നോക്കിയിട്ടാണ് അവർ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആദ്യത്തെ എന്താണ്, ശബ്ദം കേട്ട് അവർ മനസ്സിലാക്കും. നോട്ടുകളൊക്കെ കറൻസിയൊക്കെ തൊട്ട് നോക്കി മനസ്സിലാക്കും. ഇനി എന്താണ്, ഈ വെജിറ്റബിൾസ് ഒക്കെ നമ്മൾ കടയിലൊക്കെ, അവർ സാധാരണക്കാരാണ്, കണ്ണില്ലാന്ന് വെച്ചിട്ട് അവർക്കും ജീവിതം നയിക്കുന്നുണ്ട്. അപ്പോൾ അവർ വെജിറ്റബിളോ ഫ്രൂട്ട്സോ ഒക്കെ വാങ്ങിക്കാനൊക്കെ പോകുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ആകൃതി അതുപോലെ മണമൊക്കെ സ്മെല്ലൊക്കെ മനസ്സിലാക്കിയിട്ടാണ് അവർ ഓരോന്ന് തിരിച്ചറിയുന്നത് കേട്ടോ. ഇനി കാഴ്ച, അതായത് ഏതെല്ലാം സവിശേഷതകളാണ് നോട്ട് തിരിച്ചത് ഓൾറെഡി മിസ് പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്നുകൂടി പറയണത്, കാഴ്ചയില്ലാത്ത ആൾക്കാർ എങ്ങനെയാണ് കറൻസി നോട്ടുകൾ റെക്കഗ്നൈസ് ചെയ്യുന്നതെന്നാണ് കേട്ടോ. അതായത് ഏതെല്ലാം സവിശേഷതകളാണ് നോട്ട് തിരിച്ചറിയാൻ കാഴ്ച വെല്ലുവിളി നേരിടുന്നവരെ സഹായിക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഒരു കുറിപ്പ് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അതായത് ഈ പറയുന്ന നോട്ടുകളുടെ വശങ്ങളായിട്ട് ടാക്റ്റൈൽ ലൈൻസ് ഉണ്ട്, ടാക്റ്റൈൽ വരകളുണ്ട്. ഓക്കെ, ഇത് നോട്ടാണെന്നുണ്ടെങ്കിൽ ഈ നോട്ടിൻ്റെ 2 സൈഡിലായിട്ട് എന്തുണ്ട്, ടാക്റ്റൈൽ ലൈൻസുകൾ ഉണ്ട്. ഓക്കെ, ഈ ലൈൻസുകളാണ് എന്ത്, കാഴ്ച ശക്തി ഇല്ലാത്ത ആൾക്കാർ ഇതിന്റെ വലിപ്പ വ്യത്യാസം മനസ്സിലാക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അത് ഏത് നോട്ടാണെന്ന് മനസ്സിലാക്കുന്നത്. ഫോർ എക്സാമ്പിൾ 100 രൂപയുടെ നോട്ടാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇരുവശത്തും അതുപോലെ തന്നെ മധ്യഭാഗത്തായിട്ട് 4 വരകൾ കാണാൻ പറ്റും. അതിനകത്ത് 2 വരകൾ തമ്മിൽ ചെറിയ വിടവുകൾ ഉണ്ടാവും. അപ്പോൾ അവർക്കറിയാം, അവർ പഠിച്ചു വെച്ചിട്ടുണ്ട് 100 നോട്ടാണെങ്കിൽ സൈഡിൽ വരകൾ ഉണ്ടാവും, നടുക്കും വരകളുണ്ടാവും. അതിനകത്ത് 2 വരകൾ 2 കഴിഞ്ഞിട്ട് ഒരു ചെറിയ വിടവ് മാത്രമാണ് ഉള്ളത്. അത് നോക്കിയിട്ടാണ് അവർ കുറച്ച് നേരം നോക്കിയിട്ടാണ് തിരിച്ചറിയുള്ളൂ. അവർ പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് പറ്റും കേട്ടോ. അപ്പോൾ ആ ഒരു ലൈൻസിനനുസരിച്ചാണ് 100 രൂപ മനസ്സിലാക്കുന്നത്. ഇനി 200 രൂപയാണെങ്കിൽ ആ നോട്ടിൽ എന്താണ്, 4 വരകളുണ്ടാവും. പക്ഷെ വരകൾക്കിടയിൽ എന്താണ്, ഒരു വൃത്തമാണുള്ളത്. ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നോക്കാൻ പറ്റും. 200 രൂപയുടെ നോട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന ആ 4 വരകൾക്കിടയിൽ ഒരു വൃത്തം കാണാൻ, വൃത്തം കണ്ടു കഴിയുമ്പോൾ അവർ മനസ്സിലാക്കും ഇത് 200-ന്റെ നോട്ടാണെന്നുള്ളത് മനസ്സിലാക്കും. ഓക്കെ, ഇനി 500 രൂപയാണെങ്കിൽ എന്താണ്, 5 വരകളുണ്ടാവും. ഓക്കെ, അത് പെട്ടെന്ന് കിട്ടും. അവരിങ്ങനെ ടച്ച് ചെയ്യുന്ന സമയത്ത് അവിടെ 4 വരകളല്ല ഉള്ളത്, ഇവിടെ 5 വരണം. അപ്പോൾ 5 വരയാണെന്ന് എന്ത് മനസ്സിലാവും, 500 രൂപയാണെന്ന് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് അവരെ പറ്റിക്കാൻ പറ്റില്ല. നമ്മൾ 50 രൂപ എടുത്തിട്ട് ചേട്ടാ 500 രൂപ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവരത് ടച്ച് ചെയ്ത് നോക്കിയിട്ട് അവർക്ക് മനസ്സിലാവും. നമ്മൾ പിന്നെ ആരെയും പറ്റിക്കരുത് കേട്ടോ. നിങ്ങൾ കുഞ്ഞു കുട്ടികളാണ്, വലുതൊക്കെ ആയി കഴിയുമ്പോൾ നമ്മൾ ആരെയും പറ്റിക്കാതെ ആരെയും വിഷമിപ്പിക്കാതെ ജീവിക്കാനായിട്ട് നോക്കുക. നമ്മളെ ചിലപ്പോൾ കുറേ പേരൊക്കെ വിഷമിപ്പിച്ചിരിക്കാം, പക്ഷെ നമ്മളത് മൈൻഡ് ചെയ്യേണ്ട. അത് അവരുടെ ഒരു ഇത്. നമ്മൾ പക്ഷേ എല്ലാവർക്കും നന്മമരമാകും എന്നതല്ല ഉദ്ദേശിക്കുന്നത്. നമുക്ക് അതൊരു എന്താ പറയുക, മറ്റുള്ളവർ നമ്മൾ കരയാനോ അല്ലെങ്കിൽ വിഷമിപ്പിക്കാനോ അങ്ങനെ ഒരു അവസരം ഉണ്ടാവാതിരിക്കുക കേട്ടോ. അതായത് പറ്റിക്കേണ്ടെന്ന ആവശ്യമില്ല. നമ്മൾക്ക് നന്നായി ഹാർഡ് വർക്ക് ചെയ്ത് പൈസ ഉണ്ടാക്കുക. അതല്ലാതെ ആരെ പറ്റിച്ചും ഒന്നും നമ്മൾ ഉണ്ടാക്കണം. അതിലൊന്നും അതൊന്നും ഹാപ്പിനെസ് തരുന്ന കാര്യങ്ങളല്ല കേട്ടോ. അപ്പോൾ നമ്മൾ നന്നായി ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ച് നല്ല മിടുക്കരായിട്ട് നല്ല ജോലിയൊക്കെ മേടിച്ച് ജീവിക്കുക, അല്ലാതെ ആരെയും പറ്റിച്ചൊന്നും ജീവിക്കേണ്ട. ഓക്കെ, അപ്പോൾ 500 രൂപയുടെ എന്താണ്, സൈഡിൽ 5 ലൈൻസ് ഉണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാഴ്ചശക്തി ഇല്ലാത്ത ആൾക്കാർ മനസ്സിലാക്കുന്നത്. ഇനി സ്മാർട്ട് കെയിൻസ് എന്ന് വെച്ചാൽ വഴി കണ്ടെത്താനുള്ളതാണ്. അതായത് ഇവർക്ക് ജോലിക്ക് പോകുന്ന സാധാരണ ജീവിതം അവർ നയിക്കുന്നുണ്ട്. കാഴ്ചശക്തി ഇല്ലാന്ന് വെച്ച് വീട്ടിൽ റൂമിൽ തന്നെ കുത്തിയിരിക്കുന്നവരല്ല, അവർക്കും പുറത്തിറങ്ങണം, അവർക്കും ജോലിക്ക് പോകണം. അപ്പോൾ അതിനുവേണ്ടി സഹായിക്കുന്ന ഒന്നാണ് സ്മാർട്ട് കീ എന്ന് പറയുന്നത്. അവരുടെ കയ്യിൽ ഇതുണ്ടാകും. ചില ആൾക്കാർ കേട്ടോ, അവരെന്ത് ചെയ്യുന്നു, കൂടുതൽ എളുപ്പത്തിൽ വഴി കാട്ടാനായിട്ട് സഹായിക്കുന്നുണ്ട്. അവർക്ക് അതുണ്ടെങ്കിൽ വഴി ഇന്ന സ്ഥലത്തേക്ക് ലെഫ്റ്റ് ആണ് റൈറ്റ് ആണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞുതരും. അതുപോലെ ലൊക്കേഷൻ, അതായത് എന്താണ്, തടസ്സം കണ്ടെത്താനുള്ള എവിടെയെങ്കിലും ഏതൊക്കെ ഭാഗത്താണ് ഏതൊക്കെ ലൊക്കേഷനിലാണ് തടസ്സമുള്ളത്, അതൊക്കെ അൾട്രാസോണിക് ആയിരിക്കുന്ന ഇൻഫ്രാറെഡ് സെൻസറുകൾ ഉപയോഗിച്ച് അവർക്ക് തത്സമയം തടസ്സങ്ങൾ കണ്ടെത്താം. അവിടെ നടക്കുന്ന സമയത്ത് എവിടെയെങ്കിലും തടസ്സമുണ്ട് എന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുന്നുണ്ട്, അതിനകത്ത് അൾട്രാസോണിക് ആയിരിക്കുന്ന അതിൽ നിന്ന് ശബ്ദം ഉണ്ടാവുകയും അല്ലെങ്കിൽ ഇൻഫ്രാറെഡ് സെൻസറുകൾ ഉപയോഗിച്ച് അവർക്ക് ആ തടസ്സങ്ങൾ മനസ്സിലാകാനായിട്ട് സാധിക്കുന്നുണ്ട്. അവരുടെ ഫോണും പ്രത്യേകത ഉണ്ട്. ഈ പറയുന്ന കാഴ്ചയില്ലാത്തവരുടെ ഫോണ് വേറെ രീതിയിലാണ്, നമ്മൾ നോർമലി ഉപയോഗിക്കുന്ന ഫോണുകളല്ല. അവർക്ക് അതിൻ്റെതായ രീതിയിൽ മാറ്റങ്ങളുണ്ട്. അവർക്ക് അതിനകത്ത് സെൻസറുകൾ കണക്ട് ചെയ്യും. അതായിട്ട് കണക്ട് ചെയ്ത് ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്തിട്ട് അവർക്ക് എന്താണ്, ഈ പറയുന്ന ഈ നടക്കുന്ന വഴിയിൽ എന്തെങ്കിലും തടസ്സമോ അല്ലെങ്കിൽ കല്ലോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അറിയാൻ പറ്റും. ഫോണിൽ ചിലപ്പോൾ ഇങ്ങനെ ശബ്ദം അടിക്കും. അപ്പോൾ അവർക്ക് മനസ്സിലാവും ഇവിടെ എന്തോ തടസ്സം വരുന്നുണ്ട്. പിന്നെ അവർ നടക്കുന്ന കണ്ടാൽ അറിയാൻ പറ്റും. അവരിങ്ങനെ തപ്പിയിട്ടാണ് നടക്കുന്നത്. അതായത് നോർമലി അവരുടെ കയ്യിലൊരു കോലുണ്ടെങ്കിൽ അതിങ്ങനെ തപ്പിയിട്ടാണ് നടക്കുന്നത്. അവിടെ എന്തെങ്കിലും അത് തടസ്സം ഉണ്ടെങ്കിൽ അത് അറിയാൻ പറ്റും. അവർ ഇന്ന ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത്, അപ്പോൾ ഇത്രയും ഡിസ്റ്റൻസിൽ കുഴപ്പമില്ല, തടസ്സമില്ല എന്ന് പറഞ്ഞ് നേരെ നടക്കുന്നു. വീണ്ടും അടുത്തത് വടിയെടുത്ത് ഇങ്ങനെ ഡിസ്റ്റൻസിൽ ഇങ്ങനെ തപ്പി നോക്കിയിട്ടാണ് അവർ നടക്കുന്നത്. നടത്തത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. ഓക്കെ,
പിന്നെ കണക്ടിവിറ്റി ഞാൻ പറഞ്ഞത് തന്നെയാണ്. സ്മാർട്ട് കെയിൻസുകൾ ബ്ലൂടൂത്ത് വഴി അവരുടെ സ്മാർട്ട് ഫോണിലേക്കും അതുപോലെ മറ്റു ഉപകരണങ്ങളിലേക്കും കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് വഴിയിട്ട് അവർക്ക് അത് അറിയാൻ പറ്റും. തടസ്സങ്ങളുണ്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എളുപ്പത്തിൽ വഴിയും കൂടെയൊക്കെയാണ് പോകേണ്ടത്, അതൊക്കെ അവർക്ക് ഈ പറഞ്ഞ ഫോണിലൂടെ അവർക്ക് സ്പീക്ക് ചെയ്ത് കൊടുക്കും കേട്ടോ. അത് അവർക്ക് കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവർക്ക് ഈ പറഞ്ഞ പോലെ ഫോണിൽ ഇപ്പോൾ കണക്ട് ചെയ്യണമെങ്കിൽ അപ്പോൾ അങ്ങനെ ഒരു ഡയറക്ഷൻസ് പറഞ്ഞു കൊടുക്കും. ഇനി താഴെ വീഴുകയോ അവരെങ്ങാനും ചിലപ്പോൾ എവിടെയെങ്കിലും തട്ടി താഴെ വീഴുകയോ അല്ലെങ്കിൽ എഴുന്നേക്കാൻ കഴിയാതെ വരികയും ചെയ്തിട്ടുണ്ടെങ്കിൽ ബന്ധപ്പെട്ടവർ ഓട്ടോമാറ്റിക്കലി അവർ ആ ഡിവൈസ് വഴിയിട്ട് കണക്ട് ചെയ്ത് നമുക്ക് പോകാൻ പറ്റും. അതൊക്കെ ഓൾറെഡി ആ ഇതെടുക്കുമ്പോൾ തന്നെ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണ് അവരുടെ കാഴ്ച എന്ന് പറയുന്ന നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവരെ വെല്ലുവിളിയായിട്ട് നമ്മുടെ ഈ പറയുന്ന സൊസൈറ്റിയൊക്കെ ഇതിലേക്ക് ഇറങ്ങാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ വെല്ലുവിളിയൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ഉപയോഗങ്ങൾ, അതായത് സ്മാർട്ട് കെയിൻ പോലുള്ള കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ അവർക്ക് അത് ഭയങ്കര ഉപകാരപ്രദമായിരിക്കും കേട്ടോ. ഓക്കെ, ഇനി കസ്റ്റമൈസേഷൻ ഉണ്ട് കേട്ടോ. അതായത് ഒരാൾക്കടെ ഉയരം അനുസരിച്ച് അതുപോലെ ഹാൻഡിൽ ഗ്രിപ്പുകളൊക്കെ സെൻസറി ഫീഡ്ബാക്കുകൾ ക്രമീകരണങ്ങളൊക്കെ അനുസരിച്ചിട്ട് അവർക്ക് അത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് വാങ്ങിക്കുമ്പോൾ തന്നെ കേട്ടോ. അതിന് ഡാറ്റ കളക്ഷൻസ്, യാത്ര ചെയ്യുന്ന ദൂരം, നടത്തത്തിൻ്റെ വേഗത, നേരിടുന്ന തടസ്സങ്ങൾ എന്നിവയൊക്കെ ശേഖരിച്ച് വെക്കാനും ഇതിന് ഈ സ്മാർട്ട് കെയിൻസിന് കഴിയുന്നുണ്ട്. അപ്പോൾ സ്മാർട്ട് കെയിൻസ് ഒന്ന് നോട്ട് ചെയ്ത് കേട്ടോ, നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഇനി അടുത്തതാണ് നമുക്ക് കണ്ണ് സൂക്ഷിക്കേണ്ട കാര്യമാണ്. നമ്മുടെ കാഴ്ചശക്തി, പുറത്തുള്ള ആ ഒരു വിഷ്വലി ആയിട്ടുള്ള കാര്യങ്ങൾ തിരിച്ചറിയാൻ സഹായിക്കുന്ന ഒന്നാണ് കണ്ണ്. അപ്പോൾ സൂക്ഷിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് അല്ലേ. അതിപ്പോൾ മിസ്സ് പറയേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ ജനിച്ച നാളോട്ട് നമുക്ക് അറിയാവുന്ന കാര്യം കണ്ണുകൊണ്ടാണ് നമ്മൾ കാണുന്നതെന്നുള്ളത്. ഓക്കെ, ജനിച്ച നാളോട്ടല്ലേ, 2 വയസ്സൊക്കെ ആകുമ്പോൾ തൊട്ട് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ കണ്ണിൽ പൊടി പോയാലോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രാണി പോയാലൊക്കെ ഇങ്ങനെ അങ്ങനെ തിരുമാൻ പാടില്ല. തിരുമ്മി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ അതിനകത്ത് പോറൽ വീഴാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ തിരുമാൻ പാടില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ രാത്രി ഒരു പ്രവണതയുണ്ട്. രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ പാവം ഉറങ്ങുന്ന ആൾക്കാർക്ക് ഒരു ഡിസ്റ്റർബൻസ് ആകണ്ടല്ലോ എന്ന് കരുതിയിട്ട് നമ്മൾ ലൈറ്റൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുന്നുണ്ട്, TV കാണുന്നുണ്ട്. അങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ. TV കാണുമ്പോൾ നല്ല വെളിച്ചത്തിൽ തന്നെ കാണുക. അതല്ലാതെ എല്ലാ ലൈറ്റും ഓഫ് ചെയ്ത് TVയുടെ ലൈറ്റ് മാത്രം കാണുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കണ്ണിനെ ബാധിക്കും. അത് TVയുടെ മാത്രമല്ല, നിങ്ങളുടെ ഫോണിൻ്റെയും കേസ് അങ്ങനെ തന്നെ. നമ്മൾ എന്ത് ചെയ്യും, രാത്രി ആകുമ്പോൾ ഫുൾ ലൈറ്റൊക്കെ ഓഫ് ചെയ്യും. എന്നിട്ട് ഫോൺ മാത്രം, ആ ഫോണിൻ്റെ ലൈറ്റിൽ മാത്രം നമ്മൾ കാണുമ്പോൾ നമ്മുടെ കണ്ണിന് എക്സ്ട്രാ സ്ട്രെയിൻ എടുക്കുക. കാരണം മൊത്തം ഇരുട്ടാണ്, ഇതിൽ നിന്ന് വരുന്ന ലൈറ്റാണ്, ആ ലൈറ്റാണ് നമ്മുടെ കണ്ണിലേക്ക് അടിക്കുന്നത്. അപ്പോൾ അത് തെറ്റാണ് കേട്ടോ. അപ്പോൾ ഒരിക്കലും മങ്ങിയ വെളിച്ചത്തിൽ നമ്മൾ ടെലിവിഷനോ ഫോണോ നോക്കരുത്. അത് നമ്മുടെ കണ്ണിനെ എന്താണ് ദോഷകരമായിട്ടാണ് ബാധിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് തന്നെ കൊടുത്തിരിക്കുന്നത്, ഡു നോട്ട് റബ് ദ ഐസ്. കണ്ണുകൾ ഒരിക്കലും തിരുമാതിരിക്കുക. നമ്മൾ കൊച്ചുകുട്ടികളൊന്നുമല്ല, നിങ്ങൾ 5ാം ക്ലാസ്സിലായല്ലോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കണ്ണുകളൊന്നും അങ്ങനെ എപ്പോഴൊന്നും തിരുമാനം നിൽക്കേണ്ട. കണ്ണിൽ പൊടി പോയിട്ടുണ്ടെങ്കിൽ വെള്ളം ഒഴിക്കുക ചെയ്യേണ്ടത്. ഓക്കെ, അതല്ലാതെ ഇങ്ങനെ തിരുമ്മി കഴിഞ്ഞാൽ കണ്ണിന് വീണ പ്രാണിയോ കരടോ ഒന്നും പോകില്ല. അപ്പോൾ ദയവ് ചെയ്ത് എന്ത് ചെയ്യുക, കണ്ണ് തിരുമാതിരിക്കുക. രണ്ടാമത് കണ്ണിനുള്ളിൽ സ്പർശിക്കാതിരിക്കുക. ചില ആൾക്കാരൊക്കെ കണ്ണിനുള്ളിൽ തൊടുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും, പക്ഷേ അങ്ങനെ ചെയ്യരുത് കേട്ടോ. പിന്നെ അതുപോലെ പെൺകുട്ടികളോട് ഐലൈനറൊക്കെ യൂസ് ചെയ്യുമ്പോൾ കണ്ണിൽ ഇടാതിരിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അതൊക്കെ കെമിക്കലാണോ, കണ്ണിൽ നമുക്ക് കേടാണ്. ഓക്കെ, അതുപോലെ മങ്ങിയ വെളിച്ചത്തിൽ TV കാണാതിരിക്കുക. ദീർഘസമയം, അത് നിങ്ങളോട് എനിക്ക് പ്രത്യേകം പറയാനുള്ളതാണ്, ദീർഘസമയം മൊബൈൽ ഫോൺ, കമ്പ്യൂട്ടർ, TV തുടങ്ങിയവ ഉപയോഗിക്കാതിരിക്കുക. നമ്മുടെ കണ്ണിനും കേടാണ്, അതുപോലെ തന്നെ നമ്മുടെ പഠിത്തത്തിലും ഭയങ്കരമായിട്ട് നമ്മൾ മോശത്തിലേക്ക് പോകും. അപ്പോൾ ഇത്രയൊക്കെ നെഗറ്റീവ് തരാം, പിന്നെ നമ്മളത് ചെയ്യേണ്ട കാര്യമുണ്ടോ ഇല്ല. അപ്പോൾ എൻ്റെ കുഞ്ഞുമക്കളൊന്നും അത് ചെയ്യില്ലെന്ന് മിസ്സിന് അറിയാം. എന്നാലും മിസ്സ് വിശ്വാസം കൂടുതലുകൊണ്ട് മിസ് ഒന്ന് പറയുന്നതാണ് കേട്ടോ. അപ്പോൾ ഒരാൾ മങ്ങിയ വെളിച്ചത്തിൽ കുറേ നേരം ഒന്ന് ഫോൺസ് യൂസ് ചെയ്യാതിരിക്കുക, കമ്പ്യൂട്ടർ യൂസ് ചെയ്യാതിരിക്കുക, TV യൂസ് ചെയ്യാതിരിക്കുക കേട്ടോ. പിന്നെ മറ്റുള്ളവർ ഉപയോഗിച്ച തൂവാല, ഹാൻഡ് കർച്ചീഫ്സ്, അത് ഉപയോഗിക്കുക. ഞാൻ പറഞ്ഞില്ലേ, അവർ എന്തെങ്കിലും വെച്ചിട്ടൊക്കെ കണ്ണിൽ അസുഖമുള്ള ആൾക്കാരൊക്കെയാണ് നമ്മൾ ആ കർച്ചീഫ് വെച്ച് അല്ലെങ്കിൽ ആ ഒരു ടവൽ വെച്ചിട്ട് മുഖം തുടയ്ക്കുമ്പോൾ നമുക്ക് ആ ഇൻഫെക്ഷൻ പകരും കണ്ണിലേക്കൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് നമുക്ക് ഒരു ഹാൻഡ് കർച്ചീഫ് എപ്പോഴും നമ്മുടെ ഒരു എന്താണ് നമ്മുടെ ഒരു ഹാബിറ്റ്, നല്ലൊരു ശീലം ഉണ്ടത് നമ്മുടെ പോക്കറ്റിൽ. ചിലപ്പോൾ നമുക്ക് ജലദോഷം ഉള്ളപ്പോൾ മാത്രം ചില കുട്ടികൾ ഈ കർച്ചീഫ് അല്ലെങ്കിൽ ഈ പറയുന്ന ടവൽ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെയല്ല, നമ്മുടെ ഒരു നല്ലൊരു ഹാബിറ്റാണ് എപ്പോഴും നമ്മുടെ പോക്കറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ ബാഗിൽ ഒരു കർച്ചീഫ് ഉള്ളത്. ഓക്കെ, അപ്പോൾ അതെപ്പോഴും നല്ലതാണ്. നമ്മൾ പക്ഷേ എന്ത് ചെയ്യുന്നത് വെച്ചാൽ മലയാളികൾ പ്രത്യേകതയാണ്, ജലദോഷമുള്ളപ്പോൾ മാത്രം ഉപയോഗിക്കും, അല്ലാത്തപ്പോൾ ഉപയോഗിക്കില്ല. ഓക്കെ, അങ്ങനെ ചെയ്യരുത്. എപ്പോഴും നമ്മുടെ കയ്യിലൊരു ഹാൻഡ് കർച്ചീഫ് വേണം. നമ്മുടെ എപ്പോഴൊക്കെ ഓയിലൊക്കെ വരുന്നല്ലോ ഫേസിൽ, അപ്പോൾ പിന്നെ മുഖമൊക്കെ നമ്മൾ ഇടയ്ക്കൊക്കെ കഴുകണം. അതായത് രാവിലെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പിറ്റേ ദിവസം വൈകിട്ട് വീട്ടിൽ വരുമ്പോൾ മാത്രമല്ല ഫേസ് കഴുകും, നമ്മൾ ഇടയ്ക്ക് സ്കൂളിൽ വെച്ച് കഴുകിക്കോ. അപ്പോൾ കഴുകുന്ന സമയത്തൊക്കെ തുടയ്ക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഈ കർച്ചീഫ് നമ്മുടെ കയ്യിൽ എപ്പോഴും നല്ലതാണ്. നമ്മുടെ നല്ലൊരു ഹാബിറ്റ് കൂടിയാണ് കേട്ടോ. നല്ല വൃത്തിയായിട്ട് മടക്കിയിരിക്കുന്ന, നല്ല വൃത്തിയായിട്ട് മടക്കി നമ്മുടെ പോക്കറ്റിൽ ഒരു കർച്ചീഫ് സ്വന്തമായിട്ട് സൂക്ഷിക്കുക. പിന്നെ അതുപോലെ തന്നെ ആ കർച്ചീഫ് നിങ്ങൾ തന്നെ കഴുകാനായിട്ട് ശ്രമിക്കുക. കാര്യം നിങ്ങൾ 5ാം ക്ലാസ്സിൽ എത്തിയില്ലേടാ, അപ്പോൾ സ്വന്തം കർച്ചീഫൊക്കെ കഴുകേണ്ട ആൾക്കാരൊക്കെ നിങ്ങൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഉപയോഗിച്ച കർച്ചീഫുകൾ നിങ്ങൾ തന്നെ കഴുകണം കേട്ടോ. കഴുകിയിട്ട് പിറ്റേ ദിവസം മടക്കി പിറ്റേ ദിവസത്തേക്ക് വേണ്ടി സെറ്റ് ചെയ്ത് വെക്കുക. അങ്ങനെ ഒരു ശീലം നിങ്ങൾക്കില്ലാന്നുണ്ടെങ്കിൽ ഇന്ന് തൊട്ടെങ്കിലും തുടങ്ങുക കേട്ടോ. നമുക്ക് അങ്ങനെ വരട്ടെ, നല്ല ശീലങ്ങളാണ് കേട്ടോ.
ഇനി അടുത്തത് ആവശ്യത്തിന് വെളിച്ചം ലഭിക്കുന്ന സ്ഥലത്ത് മാത്രം ഇരുന്ന് വായിക്കുക. അതായത് ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് ബുക്ക് തുറന്ന് വെക്കരുത് കേട്ടോ. ലൈറ്റൊക്കെ കറക്റ്റായിട്ട് സെറ്റ് ചെയ്തതിന് ശേഷം വായിക്കുക. ഇനി കണ്ണിൻ്റെ പ്രശ്നങ്ങൾ നേരത്തെ തിരിച്ചറിയാനായിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യുക, ഈ പറഞ്ഞ ടെസ്റ്റുകളൊക്കെ ചെയ്യുക. അതായത് എൻ്റെ കണ്ണിന് ഇപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ, അങ്ങനെയൊന്നുമല്ല, അത് കണ്ണിന് വെള്ളമൊക്കെ വരുന്നുണ്ട്, അല്ലെങ്കിൽ സ്ക്രീൻ ടൈമിലൊക്കെ എപ്പോഴെപ്പോഴും കണ്ണ് ഭയങ്കര ചൊറിയുന്നു, ഇങ്ങനെ വെറുതെ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നു, തലവേദനിക്കുന്നു കേട്ടോ. നമ്മൾ വായിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് തലവേദനിക്കുന്നു, ഫോൺ യൂസ് ചെയ്യുന്ന സമയത്തൊക്കെ തലവേദനിക്കും. അതിനെ നിസ്സാരമായിട്ട് തള്ളിക്കളയേണ്ട. നിങ്ങൾ എന്ത് ചെയ്യുക, ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുള്ള പറയുന്നത് ടെസ്റ്റ് ചെയ്യുക. ടെസ്റ്റ് ചെയ്തിട്ട് ഇല്ല എന്ന് പറയുമ്പോൾ നമുക്കൊരു സമാധാനമല്ലേ. അപ്പോൾ അതുകൊണ്ട് കണ്ണിൻ്റെ പ്രശ്നങ്ങൾ നേരത്തെ തിരിച്ചറിയാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ പരിശോധനകൾ ചെയ്യുന്നത് നല്ലതാണ്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ്, നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ ഉള്ളിലേക്ക് വേണ്ടി ചെയ്യണ്ടേ. അതായത് ഇലക്കറികൾ നിങ്ങൾ കഴിക്കാത്തൊരു സാധനം, നിങ്ങൾക്ക് ചിക്കനും ബീഫൊക്കെ ആയിരിക്കും കൂടുതൽ ഇഷ്ടം മക്കളെ. പക്ഷെ അത് മാത്രം കഴിച്ചിട്ട് കാര്യമില്ല. എന്ത് ചെയ്യണം, ഇലക്കറികളും അതുപോലെ പഴങ്ങളും പച്ചക്കറികളും ആഹാരങ്ങളും അതടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ലീഫി വെജിറ്റബിൾസ് ഒക്കെ കഴിക്കാൻ നിങ്ങൾക്ക് മടിയായിരിക്കും. പക്ഷേ അതിനകത്ത് വിറ്റാമിൻസ് ഭയങ്കര കൂടുതൽ. വിറ്റാമിൻ എ ആണ് കണ്ണിന് ഏറ്റവും ആവശ്യം. അപ്പോൾ വിറ്റാമിൻ എ അടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങൾ നമ്മളെപ്പോഴും ഉൾപ്പെടുത്തുക കേട്ടോ. ക്യാരറ്റ്, അതുപോലെ ചീര, അതിനകത്തൊക്കെ വിറ്റാമിൻ എ കൂടുതലാണ്. ഓക്കെ, വിറ്റാമിൻ എ ായിട്ട് ബന്ധപ്പെടുന്നത് നമ്മുടെ കണ്ണിനെയാണ്. അപ്പോൾ കണ്ണിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്താ, വിറ്റാമിൻ എ അടങ്ങിയിരിക്കുന്ന സാധനങ്ങൾ കഴിച്ചാൽ മതി കേട്ടോ. വിറ്റാമിൻ എ എപ്പോഴും ഉൾപ്പെടുത്തണം. അത് നമ്മുടെ കണ്ണിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ പച്ചക്കറികൾ, ഫ്രൂട്ട്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിക്കാം. ഇനി കണ്ണ് കഴിഞ്ഞടാ, ഇനി ചെവി. അതായത് നിങ്ങളിപ്പോൾ എൻ്റെ ശബ്ദം കേൾക്കുന്നില്ലേ അല്ലേ, നിങ്ങൾ മറ്റ് പാട്ടുകളൊക്കെ കേൾക്കുന്നില്ലേടാ. അപ്പോൾ ആ ചെവിയെ സംരക്ഷിക്കാൻ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നാണ്. ഇത് ശരിക്കും പഠിക്കാൻ എന്നതിലുപരി നിങ്ങൾ ഇതൊക്കെ ചെയ്യേണ്ട കാര്യം കൂടിയാണ്. അതായത് പെൻസിലായിക്കോട്ടെ, പേനയായിക്കോട്ടെ, തീപ്പെട്ടിക്കോലായിട്ട് അത് ഇതുപോലെ ഇങ്ങനെ കയറ്റി ഇറക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ നല്ല പെട കിട്ടും കേട്ടോ. അങ്ങനെ ചെയ്യരുത്. പെൻസിലായിക്കാലും പേനയായിക്കാലും തീപ്പെട്ടിക്കൊള്ളിയായാലും സേഫ്റ്റി പിൻ, അതായത് അമ്മമാർ യൂസ് ചെയ്യുന്ന സാരിയിലൊക്കെ ഉപയോഗിക്കുന്ന പിന്നില്ലേ, ഈ പിന്നൊക്കെ എടുത്ത് ചെവിയിൽ അങ്ങോട്ട് ഇങ്ങനെ ഇട്ട് കാണിക്കും. കാരണന്മാരാണെങ്കിൽ തൂവാല, അതായത് തൂവാലല്ല തൂവൽ, ഈ പറഞ്ഞ കാക്കത്തൂവൽ, കോഴിത്തൂവലൊക്കെ എടുത്തിട്ട് ഇങ്ങനെ എന്ന് പറഞ്ഞ് കാണിക്കും. അതൊന്നും ചെയ്യരുത് കേട്ടോ. അതൊക്കെ തെറ്റാണ്. ഒരിക്കലും നമ്മൾ ഒരു ഒബ്ജക്റ്റും, പെൻസിലോ പെന്നോ അല്ലെങ്കിൽ കർച്ചീഫ് അങ്ങനെയുള്ള അല്ലെങ്കിൽ പിന്നുകളോ, അതൊക്കെ വലിയ ആൾക്കാരൊക്കെ ചിലപ്പോൾ കാണിച്ചെന്നിരിക്കും. പക്ഷെ അതൊന്നും കറക്റ്റ് അല്ല. ഒരിക്കലും ഒരു സാധനവും നമ്മുടെ ചെവിയിൽ ഇടാതിരിക്കുക. അതുപോലെ ബഡ്സ് പോലുള്ള ചെവി, അതായത് ബഡ്സ് നമ്മൾ ചെവി ക്ലീൻ ചെയ്യുക, അത് അകത്തേക്ക് ഒരിക്കലും യൂസ് ചെയ്യരുത് കേട്ടോ. പുറത്ത് വേണമെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കാണിച്ചു, അതല്ലാതെ ഉള്ളിലേക്ക് കടത്തിയിട്ട് ഉള്ളിലൊരു പാടയുണ്ട്, ടിംപാനം എന്ന് പറയുന്നത് കേട്ടോ. കർണപടം എന്നാണ് മലയാളത്തിൽ പറയുന്നത്. അത് പൊട്ടിപ്പോവും. പൊട്ടിപ്പോയി പിന്നെ കാഴ്ചശക്തി ഉണ്ടാവില്ല, കേൾവി ശക്തി ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് ബഡ്സ് കാര്യങ്ങളൊന്നും ചെവിയുടെ ഉള്ളിലേക്ക് എന്നെ കുത്തി കടത്താതിരിക്കാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ ഭയങ്കര ശബ്ദങ്ങളില്ലടാ, അങ്ങനെ ഭയങ്കര ഓവറായിട്ടുള്ള ശബ്ദങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്യുക എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ തന്നെ ആയാലും ഇപ്പോൾ വീട്ടിൽ സ്പീക്കർ ഉണ്ടെങ്കിൽ സ്പീക്കർ ഭയങ്കര ചെവി അടിച്ചു പോകണിരിക്കുന്ന രീതിയിൽ നമ്മൾ അങ്ങനത്തെ ശബ്ദങ്ങളൊന്നും കേൾക്കാതിരിക്കുക. കാരണം നമ്മുടെ ചെവി അടിച്ചു പോകുക. നമ്മൾ പറയും, അമ്മമാരൊക്കെ പറയും, ആ സൗണ്ട് ഒന്ന് കുറച്ച് വയ്ക്ക്, ചെവി അടിച്ചു പോണ്. സത്യമായിട്ട് അടിച്ചു പോകും ചെവി. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, നമ്മൾ ഭയങ്കര ശബ്ദമുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. അത് നമ്മുടെ ഈ ഹിയറിങ്ങിനെ ഡാമേജ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഇനി ഹിയറിംഗ് എയ്ഡ്സ്, അതായത് ഇനി കേൾവി ഇല്ലാത്ത ആൾക്കാർക്ക് പരിഹരിക്കാനുള്ള ഒരു ഉപകരണമാണ് ഹിയറിംഗ് എയ്ഡ്സ് എന്ന് പറയുന്നത് കേട്ടോ. അതായത് ശബ്ദത്തിൻ്റെ ഉച്ചത കൂട്ടാനും വ്യക്തത വരുത്താനും വേണ്ടിയിട്ടുള്ള ഒരു ശ്രവണ സഹായി കൂടിയിട്ടാണ് ഹിയറിംഗ് എയ്ഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒന്ന് നോട്ട് ചെയ്ത്, ഹിയറിംഗ് എയ്ഡ്സ് എന്ന് വെച്ചാൽ എന്താണ്, ലോസ് ഓഫ് ഹിയറിംഗ്, അതായത് പല റീസൺ കൊണ്ട് അവരുടെ കേൾവി ശക്തി പോയിട്ടുണ്ടെങ്കിൽ അതിന് ഉപയോഗിക്കുന്ന ഡിവൈസ് അല്ലെങ്കിൽ ഉപകരണമാണ് ഹിയറിംഗ് എയ്ഡ്സ് എന്ന് പറയുന്നത്. അതായത് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളുടെ സംസാരം കറക്റ്റായിട്ട് വ്യക്തതയായിട്ട് കിട്ടാനും, അതായത് ഉച്ചിത്തിരി നമുക്ക് ഒട്ടും കേൾക്കാൻ പറ്റാത്ത കണ്ടീഷനൊക്കെ ഉണ്ടാവില്ല, അപ്പോൾ ഇത്തിരി ശബ്ദത്തിലും കേൾക്കാൻ പാകത്തിന് ഇവർക്ക് ഹിയറിംഗ് എയ്ഡ്സ് കണ്ടിട്ടില്ലേ ചെവിയിൽ ഇങ്ങനെ വെക്കുന്നത്, ആ സംഭവം ഉണ്ട് ഹിയറിംഗ് എയ്ഡ്സ് എന്ന് പറയുന്നത്. ഇനി ചെവി കേൾക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് ഉപയോഗിക്കുന്ന ഒരു സർജറിയാണ് കേട്ടോ, കോക്ലിയർ ഇംപ്ലാന്റ് സർജറി അല്ലെങ്കിൽ കോക്ലിയർ ഇംപ്ലാന്റ് ശസ്ത്രക്രിയ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഈ പറയുന്ന ജന്മന കേൾവി തകരാറ് പരിഹരിക്കാനുള്ള മാർഗ്ഗമാണ്. നമ്മുടെ ചെവിയുടെ ഉള്ളിലെ ഇന്റേണൽ അതായത് ഏറ്റവും ഉള്ളിലായിട്ട് ചെവിയുടെ ഒരു ഭാഗമുണ്ട്. ഓക്കെ, അവിടെ കോക്ലിയ എന്ന് പറയുന്നത് ഇങ്ങനെ ഒച്ചു പോലെ ഇരിക്കുന്ന ഭാഗമാണ്. ആ ഭാഗം എന്ത് ചെയ്യുന്നുണ്ട്, അവർ ഈ പറയുന്ന പോലെ സർജറി ചെയ്തിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഓക്കെ, അതുവഴി എന്താണ്, ജന്മന കേൾവി ശക്തി ഇല്ലാത്ത ആൾക്കാർക്കൊക്കെ കേൾവി കിട്ടാനായിട്ട് സാധ്യത. അപ്പോൾ ഇതൊരു സർജറി മെത്തേഡാണ്. ഓക്കെ, ഉള്ളിലുള്ള കോക്ലിയ എന്ന് പറയുന്ന ഒരു ഭാഗം മാറ്റി വെക്കുന്നതാണ്, ചെവിക്കുള്ളിലെ കോക്ലിയ മാറ്റി വെക്കുന്ന ശസ്ത്രക്രിയയാണ് കോക്ലിയർ ഇംപ്ലാന്റ് സർജറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കേൾവി ശക്തി ഇല്ലാത്തവർക്ക് ഒരെണ്ണം എന്താണ് ഉപയോഗിക്കുന്നത്, ഒന്ന് ഹിയറിംഗ് എയ്ഡ്സ് ആണ്. ഓക്കെ, പിന്നെ സർജറിയാണ് കോക്ലിയർ ഇംപ്ലാന്റ് സർജറി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ, അപ്പോൾ ഇത് രണ്ടും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. ഇനി റെക്കഗ്നൈസിങ് ദ സ്മെല്ല്, മണം. നമുക്ക് അറിയാവുന്നൊരു കാര്യമാണല്ലേ, നമുക്ക് ബിരിയാണിയുടെ സ്മെല്ല് അല്ലെങ്കിൽ ജ്യൂസിൻ്റെ സ്മെല്ലുണ്ടോ? ഉണ്ട്. ജ്യൂസിൻ്റെ സ്മെല്ല്, അങ്ങനെയുള്ള സ്മെല്ല്, വറുത്ത ചിക്കൻ്റെ സ്മെല്ല്, അങ്ങനത്തെ ഉള്ള സ്മെല്ലുകളൊക്കെ തിരിച്ചറിയുന്നില്ലേ? ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണെന്നാണ് നമ്മൾ പഠിക്കുന്നത്. വി ഓൾവേസ് ഫീൽ മോയിസ്റ്റ് ഇൻസൈഡ് ദ അവർ നോസ്. നമ്മുടെ മൂക്കിനുള്ളിൽ എപ്പോഴും എന്താണ്, ഒരു ഈർപ്പം, ഒരു നനവുണ്ടാവും. ഇപ്പോൾ തൊട്ട് നോക്കിയാൽ അറിയാൻ പറ്റും അല്ലേ, അപ്പോൾ തന്നെ
കർച്ചീഫ് വെച്ചൊന്ന് തുടയ്ക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ മൂക്കിനുള്ളിൽ എന്താണ് എപ്പോഴും ഒരു ഈർപ്പം അനുഭവപ്പെടുന്നുണ്ട്. ഇതെന്താണ് അതിൻ്റെ ഉള്ളിൽ ഒരു സെക്രീഷൻ ഉള്ളത് കൊണ്ടാണ്, ഒരു സ്രവം ഉൽപ്പാദിപ്പിക്കുന്നതുകൊണ്ടാണ് ഈ മൂക്കിനുള്ളിൽ എപ്പോഴും എന്ത് ചെയ്യുന്നത്, ഈ നനവുള്ളത്. ഈ നനവുള്ളത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ മണമൊക്കെ സ്മെല്ലൊക്കെ അറിയുന്നത്. പക്ഷേ ചില സമയത്ത് മൂക്കിൽ എന്തെങ്കിലും രോഗാണുക്കൾ കയറിയാലോ അല്ലെ പൊടിപടലങ്ങളൊക്കെ കയറി കഴിഞ്ഞാൽ നമ്മുടെ മൂക്ക് തന്നെ പ്രതിരോധിക്കുന്നുണ്ട്, അപ്പോൾ തന്നെ തുമ്മിക്കളയും. സം കേസിൽ തുമ്മിക്കളയാതെ, അതായത് തുമ്മിക്കളഞ്ഞാലും പോകാത്ത പൊടിപടലങ്ങളോ അല്ലെങ്കിൽ പാത്തോജൻസ് രോഗാണുക്കളോ ഉണ്ടാവാം. പാത്തോജൻസ് എന്ന് വെച്ചാൽ രോഗാണുക്കൾ എന്നാണ് പറയുന്നത്. പാത്തോജൻസ് ഉണ്ടാവുകയാണെങ്കിൽ അത് എന്ത് ചെയ്യുന്നുണ്ട്, ഈ സ്രവം എന്ത് ചെയ്യുന്നുണ്ട്, ഈ സ്രവം അതിനെ നീക്കം ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ സ്രവമാണ് ഈ പറയുന്ന പാത്തോജൻസിനെയും അതുപോലെ തന്നെ പൊടിപടലങ്ങളെയൊക്കെ നീക്കം ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഒരു പ്രാവശ്യം കൂടി മിസ് പറയാം. നമ്മുടെ മൂക്കിൽ എന്തുണ്ട്, എപ്പോഴും ഒരു മോയിസ്റ്റ്, അതായത് എപ്പോഴും ഒരു എന്താണ് ഒരു ഈർപ്പം ഉണ്ടാവും. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഈ പറയുന്ന മൂക്കിൽ ഒരു സെക്രീഷൻ ഉണ്ട്, ഒരു സ്രവം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഈ സ്രവം എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ മൂക്കിലേക്ക് വരുന്ന പൊടിപടലങ്ങളെ ആയാലും രോഗാണുക്കളെയൊക്കെ ആയാലും എന്ത് ചെയ്യുന്നുണ്ട്, നീക്കം ചെയ്യുന്നുണ്ട്. ഓക്കെ, റിമൂവ് ചെയ്യുന്നുണ്ട്. ഇനി ചില സമയത്ത് കോൾഡ്, നമ്മുടെ ജലദോഷം എന്ന് പറയുന്ന കണ്ടീഷൻ വരാറില്ല. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വൈറസ് ഇൻഫെക്ഷൻ എന്തെങ്കിലും വരും, വൈറസ് ആയിരിക്കുന്ന രോഗകാരി നമ്മുടെ മൂക്കിനകത്തേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ഈ സ്രവം കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കും. അതായത് ആ സെക്രീഷൻ എന്താണ്, കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കും. ആ ഒരു കണ്ടീഷനെയാണ് കോൾഡ് അഥവാ ജലദോഷം എന്ന് വിളിക്കുന്നത്. കോൾഡ് അഥവാ ജലദോഷം എന്ന് വിളിക്കുന്നത് ആ ഒരു കണ്ടീഷനാണ്. ഈ കൂടുതലായിട്ട് ഈ പറയുന്ന സെക്രീഷൻ ഉൽപ്പാദിപ്പിക്കുന്നതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ കൂടുതലായിട്ട് ഈ സ്രവം ഉൽപ്പാദിപ്പിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറയുന്ന മണം അറിയാനുള്ള മണത്തിൻ്റെ ആ ഒരു പാർട്ടിക്കിൾസ് നമ്മുടെ ഈ പറയുന്ന ആ കോശങ്ങളിലേക്ക് എത്താതെ പോകുന്നു. അതുകൊണ്ടാണ് നമുക്ക് ജലദോഷ സമയത്ത് എന്താണ് മണം അനുഭവപ്പെടാതെ കേട്ടോ. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക, ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ചോദിച്ചിരിക്കും. എന്താ ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് ജലദോഷമുള്ളപ്പോൾ നമുക്ക് മണം അറിയാത്തത്, അല്ലെങ്കിൽ കോൾഡ് ഉള്ള സമയത്ത് സ്മെല്ല് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റാതെ? എന്തുകൊണ്ടാണ്? ആ സമയത്ത് നമ്മുടെ മൂക്കിൽ സെക്രീഷൻ്റെ അളവ് ഭയങ്കര കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ സ്മെല്ലിൻ്റെ പാർട്ടിക്കിൾസ് നമ്മുടെ ആ സെൽസിലേക്ക് എത്തുന്നില്ല, കോശങ്ങളിലേക്ക് എത്തുന്നില്ല. അതുവഴി നമുക്ക് സ്മെല്ല് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റില്ല. ആ കോൾഡ് മാറുന്ന വഴി, ആ കോൾഡ് എന്ന് വെച്ചാൽ ആ സ്രവത്തിൻ്റെ സെക്രീഷൻ കുറയുന്നത് വരെ നമുക്ക് എന്താണ് സ്മെല്ല് റെക്കഗ്നൈസ് ചെയ്യാനുള്ള കഴിവുണ്ടാകില്ല. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കട്ടെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കാറുണ്ട്. ഓക്കെ, അതായത് ഇങ്ങനത്തെ റീസൺ ചോദിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് കൂടുതലാണ്. അപ്പോൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കട്ടെ ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ. ഓക്കെ, ഇനി മൂക്കിന്റെ സംരക്ഷണത്തിനായിട്ട് എന്തൊക്കെ ചെയ്യും പറഞ്ഞു, എല്ലാവരും എനിക്ക് പറഞ്ഞു എന്തൊക്കെ ചെയ്യാൻ പറ്റും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെവിയുടെ കേസ് പറഞ്ഞല്ലോ, മൂക്കിൽ കണ്ണി കണ്ടതൊന്നും എന്താണ്, കുത്തി കയറ്റാതിരിക്കുക. മൂക്കിൽ യാതൊരുവിധ വസ്തുക്കളും ഇടരുത് കേട്ടോ. ചില ആൾക്കാർ പേന ആയിക്കോട്ടെ പെൻസിലായിക്കോട്ടെ എന്തെങ്കിലും കമ്പ് കിട്ടിയവരെ മൂക്കിലിടും. എന്നിട്ട് ചില ആൾക്കാരുണ്ട് കേട്ടോ മൂക്കിൽ കമ്പൊക്കെ ഇട്ടിട്ട് തുമ്മണ ശീലം. അതൊന്നും പാടില്ല, ഒരു സാധനവും മൂക്കി കയറ്റാൻ പാടില്ല. ഓക്കെ, രണ്ടാമത് ശക്തിയായി മൂക്ക് ചീറ്റരുത്. ഭയങ്കര ശക്തിയായിട്ട് ഉള്ള ബലമൊക്കെ എടുത്തിട്ട് ഇവിടുത്തെ കബമൊക്കെ മൊത്തം തീർന്നു പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ശക്തിയായിട്ട് ചീറ്റുന്നുണ്ട്. അങ്ങനെ ചീറ്റരുത്. ചീറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ബ്ലഡ് വെസലൊക്കെ പൊട്ടി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി അശുദ്ധ രക്തത്തിൽ മുങ്ങിക്കുളിക്കരുത്. ഓക്കെ, ഈ ഇടക്കൊക്കെ അമീബിക് മസ്തിഷ്ക ജ്വരം എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലടാ. അതായത് ഈ പറയുന്ന ആ രോഗാണുക്കൾ നമ്മൾ ഈ പറയുന്ന മൂക്കിലൂടെയാണ് കയറി പോകുന്നത്, നേരെ ബ്രെയിനെ ബാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ മലിനമായിട്ടുള്ള ജലം, മലിനമായിട്ടുള്ളതല്ല, നിങ്ങൾ ഈ പറഞ്ഞ ഈ പുഴയിലും കുളത്തിലൊക്കെ കുളിക്കുന്നതൊക്കെ നിർത്തിക്കോ. കാരണം അവിടെയൊക്കെ ഏതൊക്കെ രീതിയിലുള്ള പാത്തജൻസ് ആണ് ഉണ്ടാവുന്നതെന്ന് അറിയില്ല. അതൊക്കെ എന്താണ് ഈ മൂക്കിലൂടെയാണ് കയറി പോകുന്നത്. അപ്പോൾ ഒരിക്കലും ഡു നോട്ട് ബാത്ത് ഇൻ ദ ഇംപ്യൂർ വാട്ടർ, അശുദ്ധ രക്തത്തിൽ ഒരിക്കലും മുങ്ങിക്കുളിക്കരുത്. അതാണ് ചെയ്യുന്നത്. ഇനി തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും മൂക്കിൽ നിന്നും വായിൽ നിന്നും എന്താണ് ഒരുപാട് സ്രവകണികൾ മറ്റുള്ളവരിലേക്ക് പകരുന്നുണ്ട്. ഇത് വീഴാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യും? അതായത് നമുക്കിപ്പോൾ കോൾഡ് ഉള്ള സമയം ആയിക്കോട്ടെ അല്ലെങ്കിൽ ചുമയുള്ള സമയം ആയിക്കോട്ടെ, ആ സമയത്തൊക്കെ നമ്മളിപ്പോൾ തുമ്മുമ്പേ ചുമക്കുമ്പോഴൊക്കെ ഈ സാധനങ്ങളൊക്കെ തെറിച്ച് അല്ലെങ്കിൽ നമ്മൾ പോലെ കാണാൻ പറ്റില്ലായിരിക്കും മൈക്രോ ഓർഗാനിസംസ്, അതൊക്കെ അടുത്ത ആളിലേക്ക് വീഴാൻ, ശരീരത്തിൽ വീഴാൻ, അല്ലെങ്കിൽ ഈ പറയുന്ന കോൾഡ് എന്ന് പറയുന്ന സെക്രീഷനൊക്കെ ഇല്ലേ, അല്ലെങ്കിൽ കഫം, ചുമക്കുന്ന സമയത്ത് കഫം ആയിക്കോട്ടെ, അത് അടുത്ത ആളുടെ ബോഡിയിലേക്ക് വീഴാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അത് ഒഴിവാക്കാൻ എന്തൊക്കെ ചെയ്യണം? അത് പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ? എന്താണ് നമ്മൾ ഈ പറയുന്ന ഹാൻഡ് കർച്ചീഫ് വെച്ചിട്ട് എന്ത് ചെയ്യുക, മൂടി പിടിച്ചിട്ട് ചുമയ്ക്കുക, അതുപോലെ തന്നെ തുമ്മ. ഓക്കെ, തുമ്മ വരുമ്പോൾ തന്നെ നമ്മൾ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് കാണിക്കുക. ഇനി ചുമക്കാനാണെന്നുണ്ടെങ്കിൽ എന്താ ഇതുപോലെ തന്നെ കർച്ചീഫ് എടുത്തിട്ട് കാണിക്കുക, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ കാണിക്കുക കേട്ടോ. കർച്ചീഫ് ഇല്ലാത്ത കണ്ടീഷനാണ് ഇങ്ങനെ കാണിച്ചാൽ മതി. ഓക്കെ അല്ലേ? ഇനി ഡു നോട്ട് യൂസ് ഹാൻഡ് കർച്ചീഫ് യൂസ്ഡ് ബൈ അതേഴ്സ്. മറ്റുള്ളവരുടെ ഹാൻഡ് കർച്ചീഫ് ഓൾറെഡി പറഞ്ഞതാണ്, നമ്മൾ ഒരിക്കലും കർച്ചീഫ് ഒന്നും തൊട്ടപ്പുറത്തിരിക്കുന്ന ആളുടെ ഒന്നും മേടിക്കാതിരിക്കാം. ഇനി ഹായ് എന്ത് രുചി, വാവ് സച്ച് എ ഗ്രേറ്റ് ടേസ്റ്റ്. ഓക്കെ, നമ്മളൊരു കുഴിമന്തി കഴിച്ചെന്ന് വിചാരിച്ചോ. മിസ് എപ്പോഴും കുഴിമന്തി കഴിക്കുന്ന കാര്യം പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും മിസ്സിന് കുഴിമന്തിയോട് ഭയങ്കര ഇഷ്ടമാണ്. നല്ലടാ, എനിക്ക് ബിരിയാണിയോടാണ് ഇഷ്ടം കേട്ടോ. കുഴിമന്തി എത്ര പോരാ. അപ്പോൾ ബിരിയാണിയുടെ ആയിക്കോട്ടെ, അങ്ങനെയൊക്കെ സ്മെല്ല് വരാറില്ലേ? അതുപോലെ സ്മെല്ലിൻ്റെ കാര്യം പറഞ്ഞു. ടേസ്റ്റിൻ്റെ കാര്യമാണ്. ഈ ടേസ്റ്റിനെ അറിയുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാവിൽ ഒരു സംഭവം ഉണ്ട്, അതിൻ്റെ പേരാണ് ടേസ്റ്റ് ബഡ്സ്. അതിന് സ്വാദുമുകുളങ്ങൾ എന്നാണ് പറയുന്നത്. സ്വാദുമുകുളങ്ങൾ കേട്ടോ. നമ്മുടെ നാവിൽ എന്തുണ്ട്? സ്വാദുമുകുളങ്ങൾ ഉണ്ടല്ലേ, ടേസ്റ്റ് ബഡ്സ് ഉണ്ട്. ഈ ടേസ്റ്റ് ബഡ്സിൽ നമ്മുടെ ഈ പറഞ്ഞ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആ ഭക്ഷണം ഉമിനീരില്ലേ, നമ്മുടെ സലൈവ, തുപ്പലോ എന്ന് പറയില്ലടാ, തുപ്പലത്തിന് പറയുന്നതാണ് സലൈവ എന്ന് പറയും, ഉമിനീർ എന്ന് പറയും. ഉമിനീരിൽ ഈ ഭക്ഷണം എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ഡിസോൾവ് ആയിട്ട് ലയിക്കുന്നുണ്ട്. അതിനുശേഷം ഈ ടേസ്റ്റ് ബഡ്സിൽ ചെന്ന് ടച്ച് ചെയ്യുന്നു, അതുവഴി സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് നമ്മളപ്പോൾ എന്ത് ചെയ്യുന്നു, രുചി അറിയുന്നു. അങ്ങനെയാണ് രുചി അറിയുന്നത് കേട്ടോ. ഭക്ഷണ പദാർത്ഥങ്ങൾ ഉമിനീരിൽ
അലിഞ്ഞിട്ട് നാവിലുള്ള സ്വാദുമുകുളത്തിൽ അല്ലെങ്കിൽ ടേസ്റ്റ് ബഡ്സിൽ എന്ത് ചെയ്യുന്നു, വന്ന് ടച്ച് ചെയ്യുന്നു. അത് സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഉത്തേജിപ്പിക്കുമ്പോഴാണ് നമ്മൾ രുചി അറിയുന്നത്. ഇങ്ങനെയാണ് രുചി അറിയുന്നത്. അപ്പോൾ എങ്ങനെയാണ് രുചി അറിയുന്നതെന്ന് ചോദിക്കും. നമ്മളിപ്പോൾ ജ്യൂസ് കുടിച്ചെന്ന് കരുതിക്കും, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ഷവായി പോരെ സാർ, ഷവായി വേണം, എന്തായാലും എന്ത് സാധനം കഴിച്ചെന്ന് ചോദിച്ചു. മിസ് ബിരിയാണി കഴിച്ചത്, ആ ബിരിയാണി എന്ത് ചെയ്യുന്നുണ്ട്, എൻ്റെ ഉമ്മനീരിൽ അങ്ങ് ലയിക്കുന്നുണ്ട്. ലയിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നാക്കിലെ ടേസ്റ്റ് ബഡിൽ ഒന്ന് ടച്ച് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, രുചി അറിയുന്നു. അങ്ങനെയാണ് കേട്ടോ സംഭവം രുചി അറിയുന്നത്. ഇതിലൊക്കെ ഹയർ സ്റ്റഡീസൊക്കെ നമ്മൾ 7ാം ക്ലാസ്സിലും അതുപോലെ തന്നെ 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്നുണ്ട്, 10ാം ക്ലാസ്സിൽ വരെ പഠിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ ടേസ്റ്റുകളാണ്. നാരങ്ങ അച്ചാറിലുള്ള പുളി നമ്മൾ അറിയാറില്ലടാ, പുളി എന്ന് പറയുന്ന ടേസ്റ്റാണ്. ഇനി പഴുത്ത മാമ്പഴത്തിലെ മധുരം, സ്വീറ്റ്, അതെന്താണ്, മറ്റൊരു ടേസ്റ്റാണ്. ബിറ്റർ ഗാർഡ് കറി, പാവയ്ക്കാത്തോരൻ, നിങ്ങൾക്കറിയാം ഇഷ്ടമാണോ പാവയ്ക്കാത്തോരൻ? എല്ലാവരും മുഖം തന്നെ മാറിയിരിക്കുകയാണ്. ബിറ്റർ, കയ്പ്പ് മറ്റൊരു ടേസ്റ്റാണ്. ഡ്രൈഡ് ഫിഷ്, ഉപ്പിലിട്ട മാങ്ങ, ഫിഷിൽ ഡ്രൈഡ് മാംഗോ കേട്ടോ, ഡ്രൈഡ് മാംഗോ വേണ്ട, സോൾട്ട് മാംഗോ കേട്ടോ, സോൾട്ട് മാംഗോ, ഉപ്പിലിട്ട മാംഗോ, സോൾട്ട് മാംഗോ. ഓക്കെ, സോൾട്ട് മാങ്ങയ്ക്ക് എന്താണ്, ഉപ്പ്. ഓക്കെ, ഉപ്പാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇതൊക്കെ എന്താണ്, പുളി ആയിക്കോട്ടെ, മധുരം ആയിക്കോട്ടെ, ബിറ്റർ ആയിക്കോട്ടെ, സോൾട്ടൊക്കെ, ഇതൊക്കെ എന്താണ് നമ്മുടെ ടേസ്റ്റുകൾക്ക് ഉദാഹരണങ്ങളാണ്. ഇനി നാവിൻ്റെ ധർമ്മം എന്താണ്, ഓൾറെഡി അറിയാലോ, ടേസ്റ്റ്. അത് മാത്രമല്ല നമ്മളെ സംസാരിക്കാൻ സഹായിക്കുന്നത് എന്താണ്, ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നുണ്ട് നാക്ക് വെച്ചിട്ടാണ് അല്ലേ. അപ്പോൾ ടോക്കിംഗ്, സംസാരിക്കുക എന്നുള്ളത് നമ്മുടെ നാവിൻ്റെ ഒരു ധർമ്മമാണ്. ഇനി സ്വോളോയിങ് ഫുഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ആഹാരം വിഴുങ്ങാനായിട്ട് നമ്മൾ ഭക്ഷണം കഴിച്ചെന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും, നമ്മുടെ ഈ പറഞ്ഞ തൊണ്ടയിലേക്ക് ഇറങ്ങി പോകാനായിട്ട് നമ്മുടെ നാക്കൊന്ന് പ്രസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഭക്ഷണം, ആഹാരം വിഴുങ്ങുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ നാക്കിനൊരു ധർമ്മമുണ്ട്. അപ്പോൾ നാക്കിൻ്റെ മറ്റു ധർമ്മങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, സംസാരിക്കാനുള്ളത് അതുപോലെ ആഹാരം വിഴുങ്ങാനുള്ളതെന്നുള്ളത് ഒരു ഡൗട്ടും ഇല്ലാതെ എഴുതി വെച്ചേക്കണം. കേട്ടല്ലോ, കേൾക്കുന്നുണ്ട് ചേച്ചിമാർ? ഓക്കെ, കേൾക്കുന്നുണ്ട്, ചേട്ടന്മാരും കേൾക്കുന്നുണ്ട്. ഇനി നാവിൻ്റെ ആരോഗ്യത്തിനായിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം? ഓക്കെ, വാട്ട് ഷുഡ് ബി ടേക്കൻ കെയർ ഓഫ് ഫോർ ഹെൽത്ത് ഓഫ് ദ ടങ്, ടങ്ങിൻ്റെ ആരോഗ്യത്തിന്, ഹെൽത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഓക്കെ, ചൂടോ തണുപ്പോ ഉള്ള അധികമായിട്ടുള്ള, അതായത് ചൂട് ഭയങ്കര കൂടുതൽ അല്ലെങ്കിൽ തണുപ്പ് ഭയങ്കര കൂടുതലുള്ള സാധനങ്ങൾ കഴിക്കരുത്. ഓക്കെ, കഴിക്കരുത്. ഓക്കെ അല്ലേ. ഡോണ്ട് ഈറ്റ് എക്സ്ട്രീംലി ഹോട്ട് ഓർ കോൾഡ് ഫുഡ്, ഒരിക്കലും ഭയങ്കര ചൂടുള്ളതും ഭയങ്കര തണുത്തതുമായിട്ടുള്ള സാധനങ്ങൾ കഴിക്കരുത്. ഡോണ്ട് ഫോഴ്സ്ഫുള്ളി ക്ലീൻ ദ ടങ് വിത്ത് എ ടങ് ക്ലീനർ, ടങ് ക്ലീനർ ഫോഴ്സ്ഫുള്ളി ഇങ്ങനെ വടിക്കരുത്, അതായത് ഭയങ്കര ബലം പ്രയോഗിച്ചു എല്ലാ അഴുക്കളും പോരട്ടെ, വേണ്ട, നൈസായിട്ട്. ശരിക്കും ടങ് ക്ലീനറിന് ആവശ്യമില്ല. ഇനി ഇൻ കേസ് ഇതാ വേണ്ടി തന്നെ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ചെയ്യുക, ഭയങ്കര ഫോഴ്സ്ഫുള്ളി ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇതൊക്കെയാണ് നാവിൻ്റെ ആരോഗ്യത്തിനായിട്ട് ചെയ്യാൻ പറ്റുന്നത്. ഇനി നെക്സ്റ്റ് ആണ് സ്കിന്ന്. ഓക്കെ, നമ്മൾ തണുപ്പറിയുന്നു, ചൂടറിയുന്നു, ഞാൻ നിങ്ങളെ ടച്ച് ചെയ്താൽ അറിയുന്നു, അടി കൊണ്ടാൽ അറിയുന്നു. ഇതൊക്കെ അറിയുന്നത് എന്താണ്, സ്കിന്നിലൂടെയാണ്. സ്പർശനത്തിലൂടെ വസ്തുക്കളെ തിരിച്ചറിയുന്ന അവയവമാണ് സ്കിൻ അഥവാ അല്ലെങ്കിൽ ത്വക്ക്, അല്ലെങ്കിൽ ടച്ചിലൂടെ അറിയുന്നതാണ് സ്കിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതെന്ത് ചെയ്യുന്നത്, സ്കിന്നിൻ്റെ പ്രത്യേകത വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ മൊത്തം കവർ ചെയ്തിട്ടുണ്ട്. നമുക്കറിയാലോ, എല്ലാ ഭാഗം, ഫേസിൽ, കഴുത്തിൽ, എല്ലാ ഭാഗത്തും എന്താണ്, സ്കിൻ വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ശരീരത്തിലെ ഏറ്റവും വലിയ ഭാഗം കൂടിയാണ് ത്വക്ക് എന്ന് പറയുന്നത്. ഇറ്റ് കവർ ആൻഡ് പ്രൊട്ടക്ട് അവർ ബോഡി, ശരീരത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗം കൂടിയാണ് ത്വക്ക് എന്ന് പറയുന്നത്. ഓക്കെ, the skin is the largest organ in the body. ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം കൂടിയാണ് ത്വക്ക് എന്ന് പറയുന്നത്. ഇനി ശരീരത്തിനുള്ളിലേക്ക് രോഗാണുക്കൾ പ്രവേശിക്കാതിരിക്കാൻ ത്വക്ക് സഹായിക്കുന്നുണ്ട്. അത് ഏതെങ്കിലും പാത്തോജൻസ് വന്നാൽ നമ്മുടെ സ്കിന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അകത്തേക്ക് കടത്തിവിടുന്നില്ല. ഓക്കെ, അതുപോലെ തന്നെ ശരീരത്തിൻ്റെ ചൂട് നിയന്ത്രിക്കാനായിട്ട്, അതായത് കറക്റ്റ് ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യുന്നത് ആരാണ്, നമ്മുടെ സ്കിന്നാണ്. അതുപോലെ തന്നെ വിയർപ്പിലൂടെ മാലിന്യങ്ങൾ പുറന്തള്ളുന്നത് ഏത് തന്നെയാണ്, നമ്മുടെ സ്കിൻ അഥവാ ത്വക്കാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സ്കിന്നിൽ വരുന്നത്. ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് സ്കിന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ ചെയ്യുന്നതെന്നാണ്. അതിനായിട്ട് നമുക്ക് ത്വക്ക് വൃത്തിയായിട്ട് സൂക്ഷിക്കണം. കുളിക്കണം മക്കൾ എല്ലാ ദിവസവും കേട്ടോ. കുളിക്കാത്ത ശീലമുള്ള കുട്ടികളുണ്ടെങ്കിൽ കുളിക്കുക. നമ്മളെപ്പോഴും നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യുക. ഓക്കെ, ഇനി ആവശ്യത്തിന് വെള്ളം കുടിക്കണം. നമ്മുടെ വെള്ളം കുടിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നൊക്കെ ഭയങ്കര ഡ്രൈ ആയി പോകും. അപ്പോൾ നമ്മളിപ്പോൾ ഫേസിനൊക്കെ ആയാലും ഫേസ് ഭയങ്കര ഡ്രൈ ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പണി ഒരു ദിവസം 2 ലിറ്ററെങ്കിലും വെള്ളം കുടിച്ച് നോക്കുക. സ്കിന്നിൽ വ്യത്യാസം കാണാൻ പറ്റും. നല്ല അടിപൊളി ഗ്ലോ ആയിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ നന്നായി വെള്ളം കുടിച്ചാൽ മതി. വെള്ളം കുടിക്കുന്നത് നല്ലതാണ്, നല്ല ആരോഗ്യത്തിനായിട്ട് നല്ലതാണ്. ഓക്കെ, അപ്പോൾ നന്നായി വെള്ളം കുടിക്കുമ്പോൾ തന്നെ നമ്മുടെ ഈ പറഞ്ഞ ഡ്രൈനെസ് കാര്യങ്ങളൊക്കെ പയ്യെ പോയിക്കോളും. ഓക്കെ, നിങ്ങളൊരു 3 ആഴ്ച ഒന്ന് കണ്ടിന്യൂസ് അങ്ങനെ ചെയ്ത് നോക്കിയാൽ ആ ഫേസിലെ ഗ്ലോ അറിയാൻ പറ്റും കേട്ടോ. ഇനി അതുപോലെ തന്നെ എന്താണ്, പച്ചക്കറികൾ കഴിക്കുക, പഴങ്ങൾ കഴിക്കുക, അതൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അതും നമ്മുടെ സ്കിന്നിന് ആരോഗ്യത്തിനാണ്. നമ്മൾ ഈ പറയുന്ന ഫേസിലൊക്കെ പിമ്പിൾസ് വരുന്ന സമയത്തായാലും ഡാർക്ക് സർക്കിൾസ് അല്ലെങ്കിൽ ഇവിടെ പിഗ്മെൻറ്റേഷൻ ഒക്കെ വരുന്ന സമയത്ത് ഡോക്ടറെ പോയി കാണുന്നതിനുപരി നമ്മൾ നല്ല ഭക്ഷണം കഴിച്ചാൽ മതി. നമ്മുടെ ശരീരത്തിലുള്ള ഓരോ ഡെഫിഷ്യൻസി കൊണ്ടൊക്കെ ആയിരിക്കും വരുന്നത്. പിന്നെ ഹോർമോൺ ഇംബാലൻസ് കൊണ്ട് വരുന്നുണ്ട്. അതായത് നിങ്ങളൊരു 7ാം ക്ലാസ്സിൽ 8ാം ക്ലാസ് 9ാം ക്ലാസ് ഒക്കെ പ്രായമാകുമ്പോൾ നോർമലി പിമ്പിൾസ് വരും. അതൊക്കെ നാച്ചുറലായിട്ട് വരുന്നതാണ്. അതല്ലാതെ ഈ പറയുന്ന കാര്യങ്ങൾ സ്കിൻ എപ്പോഴും ബ്രൈറ്റ് ആയിട്ട് ഇരിക്കാനും
അതായത് നമ്മുടെ കളറിൽ നമ്മൾ കോൺഫിഡൻസ് ആണ് കേട്ടോ. ആ കളർ എപ്പോഴും അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാനും അതുപോലെ തന്നെ എപ്പോഴും ഗ്ലോ ആയിട്ട് ഇരിക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ നന്നായി വെള്ളം കുടിച്ചാൽ മതി. ഓക്കെ, അതുപോലെ തന്നെ നല്ല ഭക്ഷണങ്ങൾ, പച്ചക്കറികളും പഴങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. ഇത്രയും കാര്യങ്ങളാണ് സ്കിന്നിന് വേണ്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിലുള്ളത്. വളരെ സിമ്പിൾ ചാപ്റ്ററാണ്, നിങ്ങൾക്ക് ഇങ്ങനെ കേട്ടിരിക്കാൻ പറ്റുന്ന ചാപ്റ്ററാണ്, തോന്നിയില്ലേ ഇത്? അപ്പോൾ കേട്ടിരിക്കാൻ പറ്റുന്നതെന്ന് വെച്ചിട്ട് പഠിക്കാതിരിക്കരുത്, കാര്യം അത്യാവശ്യത്തിലധികം ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ എല്ലാ കുഞ്ഞുമക്കളും നന്നായി പഠിക്കുക. എക്സാമിന് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നല്ല കിടുക്കാച്ചയായിട്ട് ആൻസർ ഒക്കെ എഴുതി വെക്കാം കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ കാണും വരെ ടാറ്റാ ബൈ, സീ യു.